ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ദുഃഖാന നവോത്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന അഭിവന്യ പാമ്പ്ളാനി പിതാവേ, ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി തലശ്ശേരിയിൽ നിന്നും ഇന്ന് പുലർച്ചെ 3 മണിക്ക് പുറപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്ന റവറൻഡ് ഡോക്ടർ തോമസ് മണ്ണൂരാംപറമ്പിലച്ച, അധ്യക്ഷത വഹിക്കുന്ന ചാലക്കുടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ആലീസ് ഷിബു വാലപ്പൻ അവർകളെ, ആശംസകൾ അർപ്പിക്കുന്ന കുഞ്ഞുമോൻ ബ്രദർ, മെമൻറ്റോ സമർപ്പിക്കാൻ എത്തിയിരിക്കുന്ന ക്യാപ്റ്റൻ ടോം ജോസഫ്, പുസ്തകങ്ങൾ പരിചയപ്പെടുന്ന ശ്രീ ജോർജ് പുല്ലാട്ട്, ഫാദർ സക്കറിയാസ് പറനിലം, ശ്രീ ഷിബു വാലപ്പൻ, പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്ന വർഗീസ് മാസ്റ്റർ, മിൽജു മാത്യു, ജോയ് ജോസഫ് കീഴേത്ത്, ആലപ്പുഴയിൽ നിന്നും ഇന്ന് രാവിലെ എന്നെ കാണണം, ഈ പരിപാടി പങ്കെടുക്കണമെന്ന് പറഞ്ഞു വന്നിരിക്കുന്ന മാത്യു മുല്ലശ്ശേരി അച്ഛൻ. അച്ഛൻ്റെ നീസ് എൻ്റെ ഒരു ആരാധകനാണെന്ന് പറഞ്ഞേ, നീസ് ഉന്തി തള്ളി വിട്ടു. അങ്ങനെ മുല്ലശ്ശേരി അച്ഛൻ, ആദരണീയരായ മറ്റ് വൈദികരെ, സന്യസ്തരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇതിൻ്റെ മൗലിക പരിപാടി അനുസരിച്ച് എനിക്ക് ആമുഖ പ്രഭാഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വാഗതം പറയാൻ നിശ്ചയിച്ചിരുന്നത് വേറെ ആളെയാണ്. സമ്മേളനവേദി എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് ആളൂരിലേക്ക് മാറിയപ്പോൾ രണ്ടും, സ്വാഗത പ്രസംഗവും ആമുഖ പ്രഭാഷണവും രണ്ടും എൻ്റെ തലയിൽ വീണു. അപ്പം ഞാൻ 2 പ്രസംഗങ്ങളുടെ സമയമെടുക്കും. എങ്കിലും പരമാവധി കുറയ്ക്കാൻ വേണ്ടി, ഞാൻ ഇങ്ങനെ എഴുതി വായിക്കുന്ന ശീലമൊന്നും എനിക്കില്ല, എങ്കിലും സമയം കുറയ്ക്കാൻ വേണ്ടി ഞാനൊന്ന് എഴുതി പറയുകയാണ്. ഈ സ്ഥലവും ഈ സമയവും പ്രധാനപ്പെട്ടതാണ്. ഈ സ്ഥലം ഇരിങ്ങാലക്കുട രൂപത. ക്രിസ്തുവർഷം 52 മാർ തോമസ് ലീഹ കപ്പലിറങ്ങിയത് ഈ രൂപതയിലാണ്. ഈ രൂപതയിലെ അതിർത്തിയിലുള്ള മുസീരിയസ് തുറമുഖം കൊടുങ്ങല്ലൂർ. ഈ സമയം, ഈ ദിവസം മാർ തോമസ് ലീഹായുടെ ദുഃഖാന തിരുനാൾ, ഒരുപക്ഷെ സീറോ മലബാർ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ ദിവസമാണ് ഇന്ന്. മെത്രാന്മാരെല്ലാവരും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഹോളിഡേ പ്രഖ്യാപിക്കേണ്ട ദിവസമാണിത്. ഒരു കയ്യടി കൊടുക്കായിരുന്നു. നമ്മളൊരു 10-18% ഇവിടുത്തെ പോപ്പുലേഷൻ ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് തന്നെ തോമസ് ലീഹയുടെ ദുഃഖാന ഹോളിഡേ ആയിട്ട് കിട്ടേണ്ടതാണ്. നവോത്ഥാന സമ്മേളനത്തിൻ്റെ ആവശ്യങ്ങളിൽ ഒന്ന് അതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ്, ഇന്നാണ് ഈ സഭയുടെ ദുഃഖാന നവോത്ഥാന കാഹളധ്വനി മുഴങ്ങുന്നത്. നാം ദിവസവും അർപ്പിക്കുന്ന കുർബാന, അതിൻ്റെ തക്സ, ഈ തക്സ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഈ തക്സയാണ് മണ്ണൂരാംപറമ്പിലച്ചൻ തയ്യാറാക്കിയത്. ഈ തക്സയ്ക്ക് ഇതിൻ്റെ ആദ്യം മലയാളമാണെങ്കിൽ പുറത്ത് സുറിയാനിയുണ്ട്, റാസക്രമമാണ്. നമുക്ക് ഒറ്റക്രമമേ ഉള്ളൂ, അത് റാസക്രമമാണ്. ആ റാസക്രമമാണ് തയ്യാറാക്കിയത്. ഇതിൻ്റെ പുറകെ വശത്ത് ഇംഗ്ലീഷാണ്. ഈ തക്സ ഉപയോഗിച്ചാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1986 ഫെബ്രുവരി 8 കോട്ടയത്തെ കുർബാന ചൊല്ലി ഇപ്പം നമ്മൾ പറഞ്ഞ ഏകീകൃത കുർബാന ഉദ്ഘാടനം ചെയ്തത്. എന്നാ പറഞ്ഞേ? 1986 ഫെബ്രുവരി 8. ആ കുർബാന ഇപ്പോഴാണ് നമ്മുടെ ഇവിടെയൊക്കെ നടപ്പായി വരണേ. ഇതിൻ്റെ തർജ്ജമകളാണ് നമുക്ക് വിവിധമായിട്ട്. അന്ന് 86 ഒരു തർജ്ജമയുണ്ടായി, അത് അച്ഛൻ ചെയ്തതാണ്, മണ്ണൂരാംപറമ്പിലച്ചൻ. പിന്നെ അത് എറണാകുളത്തുള്ളവർക്ക് അതിൻ്റെ ചില തർജ്ജമ ഇഷ്ടപ്പെട്ടില്ല. 89 വേറൊരു തർജ്ജമയുണ്ടായി, അന്ന് നടപ്പാക്കി. പക്ഷേ എല്ലാ രൂപത്തിലും നടപ്പായില്ല. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ 2021 നടപ്പാക്കിയത്. അപ്പോൾ ഈ തക്സ തയ്യാറാക്കിയ ആളാണ് ആയിരിക്കുന്നത് പാമ്പ്ളാനി പിതാവിന് തൊട്ടപ്പുറത്ത് ഇരിക്കുന്നത്. ഞാനിതിൻ്റെ 30 കോപ്പി വാങ്ങിച്ചു വെച്ചേ. എനിക്കെന്നാൽ പട്ടം കിട്ടിയിട്ടില്ല. 89 എനിക്ക് പട്ടം കിട്ടുന്നത്. 86 30 കോപ്പി ഞാൻ വാങ്ങിച്ചു വെച്ചു. കാരണം എനിക്കറിയാമായിരുന്നു ഇതൊരു ചരിത്രമാകാനുള്ള പുസ്തകമാണെന്ന്. ഈ കുർബാന ഇനിയും നടപ്പിലാകാനുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമാണ്, നമ്മുടെ സീറോ മലബാർ സഭയുടെ ആസ്ഥാന രൂപത. ആ അതിരൂപതയുടെ വികാരി മെത്രാപ്പോലിത്തയാണ് പാമ്പ്ളാനി പിതാവ്. തലശ്ശേരി അതിരൂപതയുടെ, അതായത് മണ്ണൂരാംപറമ്പിലച്ചൻ്റെ രൂപതയുടെ അതിരൂപതയുടെ മെത്രാപ്പോലിത്തയുമാണ് പാമ്പ്ളാനി പിതാവ്. അതുകൊണ്ട് തന്നെ ഈ നവോത്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്തുകൊണ്ടും പാമ്പ്ളാനി പിതാവാണ്.
സീറോ മലബാർ സഭയുടെ പരമോന്നത അധികാര കേന്ദ്രമായ മെത്രാൻ സിനഡിൻ്റെ സെക്രട്ടറിയാണ് പാമ്പ്ളാനി പിതാവ്. ഒരു പക്ഷേ സീറോ മലബാർ സഭയിലെ ഏറ്റവും കരുത്തനായ മെത്രാൻ അദ്ദേഹം ആയതുകൊണ്ടാണ് എറണാകുളത്ത് ഈ പ്രശ്നം പിടിച്ച ഏരിയയിൽ ഏകീകൃത കുർബാന നടപ്പാക്കാനുള്ള ചുമതല അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു പരിപാടിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അതും വളരെ പ്രസാദാത്മകമായി എൻ്റെ ക്ഷണം സ്വീകരിച്ചു. 2 വലിയ അതിരൂപതകളുടെ ഉത്തരവാദിത്വവും സീറോ മലബാർ സഭയുടെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്വം കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ തിരക്കിനെക്കുറിച്ച് നമുക്ക് ഊഹിക്കാൻ മാത്രമേ കഴിയൂ. എങ്കിലും ഇന്നത്തെ ഈ പരിയുടെ പ്രസക്തി നമ്മിൽ മറ്റാരേക്കാളും ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ പരിപാടിക്ക് വരാമെന്ന് ഏറ്റതും വന്നിരിക്കുന്നതും. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അതിരൂപതയിലെ വൈദികൻ ഈ സഭയ്ക്ക് നൽകിയിരിക്കുന്ന മഹത്തായ സംഭാവനകൾ പരസ്യമായി അംഗീകരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സും ഈ വരവിലുണ്ട്. പാമ്പ്ളാനി പിതാവേ, ഇന്നും അങ്ങയ്ക്ക് നിരവധി സുപ്രധാന പരിപാടികളുണ്ട്. എന്നിട്ടും ഇത്ര ദൂരം യാത്ര ചെയ്ത് അങ്ങിവിടെ എത്തി. അങ്ങേയറ്റം ആദരവോടെ, അങ്ങേയറ്റം സ്നേഹത്തോടെ ഈ സമ്മേളനത്തിലേക്ക് അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. മണ്ണൂരമ്പറമ്പിലച്ഛൻ, ഈ സമ്മേളനത്തിൻ്റെ കേന്ദ്ര ആകർഷണമാണ് അച്ഛൻ. കത്തോലിക്ക സഭയിലെ തന്നെ ഏറ്റവും പുരാതനമായ സീറോ മലബാർ സഭ. ആ സഭയുടെ കയ്യിലാണ്, കത്തോലിക്ക സഭയുടെ കയ്യിലുള്ള ഏറ്റവും പുരാതനമായ അനാഫറ, നമ്മൾ അർപ്പിക്കുന്ന കുർബാനക്രമത്തിനായി അനാഫറ എന്ന് പറയണേ. ആ അനാഫറ കത്തോലിക്ക സഭയിൽ തന്നെ ഏറ്റവും പുരാതനം, 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ രൂപപ്പെട്ടത്. മറ്റൊരു സഭയിലും ഇത്രയും പുരാതനമായ കുർബാനക്രമം ഇല്ല. അവിടെ ഉപയോഗിക്കുന്ന 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലും ഉണ്ടായതാണ്. നമ്മൾ സീറോ മലബാർ സഭ മാത്രമാണ് 1-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ട കുർബാനക്രമം നമുക്കുള്ളത്. ആ അദ്ദായി മാറി സ്ലീഹന്മാരുടെ കൂദാശക്രമം, പിന്നെ നമുക്ക് നെസ്റ്റോറീസിൻ്റെയും തിയതോറിൻ്റെയും കുർബാനകളുണ്ട്. അങ്ങനെ 3 അനാഫറ നമുക്കുള്ളത്. നെസ്റ്റോറീസും തിയതോറൊക്കെ ഇരിങ്ങാലക്കുട തുടങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഏതായാലും ഈ 3 തക്സകളും തയ്യാറാക്കിയത് ഈ മണ്ണൂരമ്പറമ്പിലച്ഛനാണ്. സുറിയാനിയിലാണത് രൂപപ്പെട്ടത്. അത് തർജ്ജമ ചെയ്ത് പിന്നെ അതിൻ്റെ മലയാളത്തിലേക്ക്, ഇംഗ്ലീഷാക്കി മലയാളത്തിലാക്കി. എന്തൊരു ഗംഭീരമായ കാര്യമാണ് അച്ഛൻ ചെയ്തിരിക്കുന്നത്. ചരിത്രത്തിലേക്ക് ഇടം പിടിച്ചിരിക്കുകയാണ് മണ്ണൂരമ്പറമ്പിലച്ഛൻ. അതുകൊണ്ട് തന്നെ 1986 ഫെബ്രുവരി 8-ാം തീയതി ഞാൻ പറഞ്ഞല്ലോ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കേരളത്തിലെത്തിയാണ് ആ കുർബാന, വീണ്ടെടുക്കപ്പെട്ട കുർബാന ഉദ്ഘാടനം ചെയ്തത്. അന്ന് മാസ്റ്റർ ഓഫ് സെറിമണി ആയിരുന്നത് ഈ മണ്ണൂരമ്പറമ്പിലച്ഛനാണ്. അതായത് കർമ്മോ ഉപദേഷ്ടാവ്. മാസ്റ്റർ ഓഫ് സെറിമണി എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പ എന്ത് ചെയ്യണമെന്ന് ഉപദേശിക്കുന്ന ഉപദേഷ്ടാവായിരുന്നു മണ്ണൂരമ്പറമ്പിലച്ഛൻ. അന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുമായി പേഴ്സണൽ അടുപ്പമുണ്ടായിരുന്ന, അദ്ദേഹം പറയുക എൻ്റെ പോക്കറ്റിലായിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്നാണ് പറയുക. അത്രയും അടുപ്പമുണ്ടായിരുന്നതാണ് നമ്മുടെ മണ്ണൂരമ്പറമ്പിലച്ഛൻ. അപ്പോൾ ആ കുർബാനയിൽ പങ്കെടുക്കാൻ, അന്ന് ഞാൻ അച്ഛനായിട്ടില്ല, അച്ഛനകം പിന്നെ 3 വർഷങ്ങളുണ്ടായിരുന്നു. ആ കുർബാനയിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചവനാണ് ഞാൻ. ഈ കുർബാനയുടെ ഇപ്പം നമ്മൾ ചൊല്ലുമ്പോൾ ഏറ്റവും പുരാതനമായ കുർബാന, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം, അതിൽ ഓരോ പ്രാർത്ഥനയുടെയും ഓരോ ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഒക്കെ ഞാൻ ചിലതോടെ കാണിക്കും. അതിൻ്റെ എല്ലാം അർത്ഥവും ചരിത്രവും ദൈവശാസ്ത്രവും തിരുവചന അടിസ്ഥാനവും ഒക്കെ അച്ഛൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ രണ്ട് വോള്യമായിട്ട് അച്ഛൻ അനേകം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, 2 വോള്യങ്ങളായിട്ട്. ഈ 3 പുസ്തകങ്ങൾ ഇന്ന് പ്രകാശനം ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും പള്ളിയിൽ പോകുമ്പോൾ എന്താണ് അച്ഛൻ ചെയ്യുന്നത്, എന്താണ് അച്ഛൻ ചെയ്യാൻ പാടില്ലാത്തത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ചെയ്യുന്നത്, ഇതിൻ്റെ ഒക്കെ അർത്ഥവും എല്ലാം അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ കയ്യിലും നമ്മുടെ മക്കളുടെ കയ്യിലും ഉണ്ടായിരിക്കേണ്ടതും പഠിക്കേണ്ടതുമായ പുസ്തകങ്ങളാണിത്. സെമിനാറിൽ എൻ്റെ പ്രൊഫസറായിരുന്നു മണ്ണൂരമ്പറമ്പിലച്ഛൻ, ലിറ്റർജി പ്രൊഫസർ. ആ സമയത്താണ് അച്ഛൻ കുർബാന തക്സ തയ്യാറാക്കുന്ന തിരക്കിൽ. അപ്പോഴും ഞാനന്ന് ബൈബിൾ വിജ്ഞാനകോശം, മലയാളത്തിലെ ആദ്യത്തെ കത്തോലിക്ക ബൈബിൾ വിജ്ഞാനകോശം, അതെൻ്റെ മനസ്സിലെത്തിച്ച ആശയമാണ്. അങ്ങനെ 179 പ്രൊഫസർമാർ, ഇന്ത്യയിലുള്ള പ്രൊഫസർമാരെ ഞാൻ സംഘടിപ്പിച്ചാണ് ആ ബൈബിൾ വിജ്ഞാനകോശം തയ്യാറാക്കി. അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്നു ഞാൻ ചെമ്മാച്ചനാണ്. അന്ന് ഞാൻ അച്ഛനെ സമീപിച്ചു, ഈ കുർബാനയുടെ തിരുവചന അടിസ്ഥാനം ലേഖനം വരെ എഴുതി തരാൻ. അച്ഛനെ എഴുതി തന്നു. ഈ തക്സ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു, ഓർക്കണം അദ്ദേഹം. എന്നിട്ടും അദ്ദേഹം ഈ ബൈബിളിൻ്റെ തിരുവചന അടിസ്ഥാനം ഒരു ലേഖനമായി ആ ബൈബിൾ വിജ്ഞാനകോശത്തിലേക്ക് എഴുതി തന്നു. അദ്ദേഹം എൻ്റെ ഗുരുവാണ്, ഞാൻ തീർത്തും ചെറിയൊരു ശിഷ്യനാണ്. ഈ സമ്മേളനം, ഇവിടെ ഈ മീറ്റിംഗ് ഒരു ശിഷ്യൻ ഗുരുവിന് നൽകുന്ന ഗുരുദക്ഷിണയായി കണക്കാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
അച്ഛനെ ഏറെ അഭിമാനത്തോടെ, ഏറെ സന്തോഷത്തോടെ ഈ സീറോ മലബാർ സഭയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആലിസ് ഷിബു വാലപ്പനാണ്. ഞാൻ വികാരിയായിരുന്ന ചാലക്കുടി തച്ചുടപ്പറമ്പ് ഇടവകയിലെ അംഗവും എൻ്റെ സുഹൃത്തുമായ ഷിബു വാലപ്പൻ്റെ ഭാര്യയാണ്. സ്ത്രീകളുടെ മുന്നേറ്റത്തിൻ്റെ കാലമാണിത്. കാലത്തിന് മുൻപേ പറഞ്ഞവളാണ് ശ്രീമതി ആലീസ്. ഏറെ അഭിമാനത്തോടെ, നമ്മുടെ ഇടവക്കാരൊക്കെ ഇങ്ങനെ വലുതാകുമ്പോൾ നമുക്കൊരു വലിയ അഭിമാനമുണ്ടല്ലോ, ആ ഏറെ അഭിമാനത്തോടെ ശ്രീമതി ആലീസ് ഷിബു വാലപ്പനെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ആളൂരിലെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് അവർ പോയി, അവർക്ക് വേറൊരു പരിപാടി പങ്കെടുക്കാനുള്ളത് കൊണ്ട് അവർ പോയി. റോസ്ലി ഫ്രാൻസിസ് അവരെയും വന്നു പോയതാണ്. അവരുടെ സാന്നിധ്യത്തിൽ അവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കരിസ്മാറ്റിക് രംഗത്ത് ഏറെ അറിയപ്പെടുന്നവനും ആദരിക്കപ്പെടുന്നവനുമാണ് നമ്മുടെ കുഞ്ഞുമോൻ ബ്രദർ. വീൽ ചെയറിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. സ്ഥിരമായി നമ്മുടെ BLM ധ്യാനം പ്രസംഗിക്കാൻ വരുന്നതാണ് കുഞ്ഞുമോൻ ബ്രദർ. അപ്പോൾ ഈ BLM വരുന്നവർക്കൊക്കെ കുഞ്ഞുമോൻ ബ്രദർ വളരെ പരിചയമാണ്. ഞാൻ പേര് പറയുന്നില്ല, കാരണം പേരിനേക്കാൾ കൂടുതൽ സ്ഥാനപ്പേരാണ് എല്ലാവർക്കും പരിചയം. കുഞ്ഞുമോൻ ബ്രദറിൻ്റെ പ്രസംഗങ്ങൾ, ധ്യാന പ്രസംഗങ്ങൾ, പിന്നെ ഈ വീൽ ചെയറിൽ ഇരുന്നിട്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അങ്ങേയറ്റം പ്രചോദനാത്മകമാണ്. ഈ കുർബാനയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ഏറെ ഹൃദ്യമായി ഈ വേദിയിലേക്ക്, ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സീറോ മലബാർ സഭ, വിശേഷിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത, എൻ്റെ രൂപതയല്ല അത്. എന്നിട്ടും ഈ ലിറ്റർജി പ്രതിസന്ധിയിലേക്ക് എന്നെ ഉന്തി തള്ളിവിട്ടത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹയാണ്. അതിൻ്റെ കുറ്റക്കാരൻ കർത്താവ് ഈശോ മിശിഹയാണ്. എനിക്കൊരു താല്പര്യമുണ്ടായിരുന്ന കാര്യമല്ല അത്. എറണാകുളത്ത് ഇത് നടപ്പാക്കാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ടെന്ന് എന്നേക്കാൾ നന്നായിട്ട് പാമ്പളാനി പിതാവിന് അറിയാം. അതേസമയം അവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ദൈവജനം അനുഭവിക്കുന്ന വേദന വർണ്ണനാതീതമാണ്. കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണം സഭയുടെ കുർബാന അനുസരിച്ച് കിട്ടുന്നില്ല, കല്യാണം നടക്കുന്നില്ല, മരണാവശ്യങ്ങൾ പോലുമില്ല, ശവസംസ്കാരമില്ല. അത് കഴിഞ്ഞിട്ട് ശവസംസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ 7:41 ഇങ്ങനെ ഒരു കർമ്മങ്ങളും സഭയുടെ കർമ്മം മനസ്സിൽ കിട്ടുന്നില്ല, മതബോധനമില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കി അങ്ങനെ ഒരു അവസ്ഥ. നമ്മുടെ സഭ വിട്ടുപോകാൻ ആളുകൾ ആഗ്രഹിക്കും, അത്രമാത്രം പീഡനമാണ് അവിടെ. ആ വേദന വല്ലാത്തൊരു വേദനയാണ്. അപ്പോൾ അത് എങ്ങനെയോ കർത്താവ് ഞാനത് ഉൾക്കൊള്ളണമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് എറണാകുളത്ത് ആരെ ഞാൻ കോൺടാക്ട് ചെയ്യുക? നിരവധി ഗ്രൂപ്പുകളുണ്ട് അവിടെ. ആ ഗ്രൂപ്പുകൾക്കൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് കോൺടാക്ട് ചെയ്യാൻ സത്യസന്ധനായ ഒരാൾ അന്വേഷിച്ചപ്പോഴാണ് ഈ ക്യാപ്റ്റൻ ജോസഫ് FNIയെ കണ്ടുമുട്ടിയത്. അഴിമതി ചെയ്യാൻ കൂട്ടാക്കില്ല അദ്ദേഹം നേരെ ചൊവ്വ കാര്യങ്ങൾ പറയും. എനിക്ക് നേരെ ചൊവ്വ കാര്യങ്ങൾ പറയുന്നത് ഇഷ്ടം. വളഞ്ഞു പറഞ്ഞാലും ഇങ്ങനെ ആലങ്കാരികമായി പറഞ്ഞാലും എനിക്ക് മനസ്സിലാകില്ല. അപ്പോൾ എനിക്ക് എന്ത് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടാനായിട്ട് ഞാൻ അദ്ദേഹത്തെയാണ് കോൺടാക്ട് ചെയ്യുക. പട്ടാളക്കാരനാണ്. പട്ടാളക്കാരുടെ രീതി എന്താണ്? ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ പ്രാണൻ കൊടുത്താണെങ്കിലും ഉയിര് കൊടുത്തിട്ടാണെങ്കിലും അത് അടങ്ങിയങ്ങൾ വരൂ. ഈ കാര്യത്തിന് ഇറങ്ങി തിരിച്ചപ്പോൾ ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തോട് പറഞ്ഞു, ആ ചെളിക്കുണ്ടുണ്ടല്ലോ, അവിടുത്തെ സംഘടനകളെ ചെളിക്കുണ്ട്, അതിന് മാറിപ്പോ. അതും പറഞ്ഞു, ഞാൻ എങ്ങനെ പോകും അച്ചോ, ഞാൻ പട്ടാളക്കാരനാണ്, കർത്താവിൻ്റെ പട്ടാളക്കാരനാണ്, ഇറങ്ങി തിരിച്ചാൽ ഉയിര് കൊടുത്തിട്ടേ അത് വരാൻ പറ്റൂ. അങ്ങനെ പറഞ്ഞ ആളാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തെ ഹൃദ്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സിമി വന്നിട്ടുണ്ടോ? സിമി ഷൺമുഖം. ഞാൻ നിങ്ങളെ മുമ്പ് പറയേണ്ടതായിരുന്നു കേട്ടോ, സോറി ഞാനത്. ഓക്കെ. ആളൂർ എന്നാണ് ഈ ദേശത്തിൻ്റെ പേര്. ആളുകളുടെ ഊര്, ആളുകൾക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം. അതുകൊണ്ട് ഇവിടെ സെൻറ്റിന് 25-30 ലക്ഷം രൂപ സെൻറ്റിന് വില ഈ ആളൂർ അങ്ങാടിയിൽ, ഒരു സെൻറ്റിന്. കാരണം അത്രമാത്രം ആളുകൾക്ക് താല്പര്യമുള്ള സ്ഥലമാണ്. ആ ആളൂരിൻ്റെ 2 പഞ്ചായത്ത് മെമ്പേഴ്സാണ് സിമി ജെയ്സനും PC ഷൺമുഖനും. ഇവർ 2 പേരും ജനങ്ങളുടെ പരിപാടി എവിടെയുണ്ടോ അവിടെ ഉണ്ടാവും, ഇവിടെയും ഉണ്ട്. നിങ്ങളെ ഏറെ ഹൃദ്യമായി ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തിരുവാങ്കുളം പള്ളിയിൽ വെച്ച് നടത്താനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. ഞാൻ പിതാവിനെ വിളിച്ചപ്പോൾ പിതാവിനോട് ചോദിച്ചു എവിടെ വെച്ചാണ് നടത്തുന്നത്. അപ്പോൾ ഞാൻ തിരുവാങ്കുളം പള്ളിയിലാണ്, അവിടുത്തെ വികാരിച്ചനെയും പാരിഷ് കൗൺസിലും ഒക്കെ നമ്മൾ കോൺടാക്ട് ചെയ്തിരുന്നു.
നമ്മുടെ കുർബാനയെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഏറ്റവും അധികം നടക്കേണ്ടത് ഇരിങ്ങാലക്കുട നടക്കണം, പക്ഷേ ഏറ്റവും അധികം നടക്കേണ്ടത് എറണാകുളത്താണ്. അതുകൊണ്ടാണ് ഈ പുസ്തകങ്ങൾ, ഈ ബോധവൽക്കരണത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ അവിടെ വെച്ച് റിലീസ് ചെയ്യണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചത്. ഈ പാമ്പളാനി പിതാവാണ് എറണാകുളം, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എറണാകുളം അങ്കമാലി അതൊരു വികാരി മെത്രാപ്പോലീത്ത, ഈ കുർബാന തക്സ തയ്യാറാക്കിയ മണ്ണൂരം പറമ്പലച്ചൻ്റെ മെത്രാപ്പോലീത്ത. അപ്പം അതുകൊണ്ട് പാമ്പളാനി പിതാവിനെ വിളിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു, അങ്ങനെ വിളിച്ചു. അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചപ്പോൾ തന്നെ അത് വളരെ പ്രസാദാത്മകമായ ഒരു ചുവടുവെപ്പാണ്. കാരണം ഇതുവരെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയോടൊപ്പം കുർബാനയോടൊപ്പം നടക്കുന്നവരുടെ ഒരു പരിപാടിയിലും ഒരു മെത്രാനും പങ്കെടുത്തിട്ടില്ല. ആദ്യമായിട്ടൊരു മെത്രാൻ സഭയുടെ കൂടെ നിൽക്കുന്നവരുടെ ഒരു പരിപാടി പങ്കെടുക്കാമെന്ന് സമ്മതിച്ചത്. അത് നല്ല ലക്ഷണമല്ലേ? ഇതല്ലേ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമുക്ക് വളരെ സന്തോഷമായി. ഏകീത കുർബാനയെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പിതാവ് വരുന്നത്. അദ്ദേഹത്തോടും എന്നോടുള്ള വ്യക്തിവൈരാഗ്യം നിമിത്തം നിങ്ങൾ വാട്സപ്പൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ, ഫേസ്ബുക്ക് നോക്കുന്നുണ്ടെങ്കിൽ എന്തുമാത്രം ഹേറ്റ് ക്യാമ്പയിനാണ്. ഇത് തിരിച്ചറിയാൻ പറ്റാത്ത ഏതാനും പേരാണ് അങ്ങനെ ചെയ്യുന്നത്. അവർക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പാമ്പളാനി പിതാവാണ് അവരുടെ മെത്രാപ്പൊലീത്ത. അതും അവർക്ക് തിരിച്ചറിയാനോ ആ സത്യം അംഗീകരിക്കാനോ കഴിയുന്നില്ല. പക്ഷേ അവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അവരാണ് ഇവിടെ വന്നിരിക്കുന്ന, എറണാകുളത്ത് വന്നിരിക്കുന്ന സുഹൃത്തുക്കൾ. അതായത് ഈ കുർബാന നടപ്പായി കാണണമെന്ന് സത്യസന്ധമായി ആഗ്രഹിക്കുന്നവർ ഇവിടെയുണ്ട്. ഇത് നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് കൂട്ടരുണ്ട്. ആ രണ്ട് കൂട്ടരും ഇവിടെ ഇല്ല. അവരിവിടെ വരാനും പാടില്ല, കാരണം അവർ ഈ കുർബാനയ്ക്ക് എതിരാണ്. ചുരുക്കത്തിൽ ഈ എറണാകുളത്ത് നിന്ന് അവിടെ ഏകീകൃത കുർബാന നടപ്പാക്കാൻ വേണ്ടി ഉയിര് കൊടുക്കാൻ തയ്യാറുള്ള, പ്രാണം കൊടുക്കാൻ തയ്യാറുള്ള കുറേ പേരാണ് ഇവിടെ എറണാകുളത്ത് വന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ആള് ശ്രീ ജോർജ് പുല്ലാട്ട് സാറാണ്. അതും പട്ടാളാണ്. എനിക്ക് ഈ സുരക്ഷ ഒരുക്കാനുള്ളതും ഒക്കെ ഇവിടുത്തെ ഒരു ആർമി ഓഫ് മാണിപ്പറമ്പിൽ നിന്നൊരു ഗ്രൂപ്പ് കൂടി ഉണ്ട്, അതും പട്ടാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് അനുവദിച്ച് കിട്ടിയത് നമ്മൾ പിൻവാങ്ങുമെന്ന് പറയുന്നത്. ഈ ജോർജ് പുല്ലാട്ട് സാറ് ആദ്യത്തെ പുസ്തകം, അദ്ദേഹത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയും. നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന അദ്ദേഹമാണ്. സഭയെക്കുറിച്ചുള്ള തീക്ഷ്ണത കൊണ്ട് ജ്വലിച്ചിട്ട് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി എറണാകുളംകാരെ ബോധവൽക്കരിക്കുക. എറണാകുളംകാരെ മാത്രമല്ല, നമ്മളെല്ലാം ബോധവൽക്കരിക്കുക. അത്രമാത്രം ഈ സഭയെ സ്നേഹിക്കുന്നു, ഈ കുർബാനയെ സ്നേഹിക്കുന്നു. അങ്ങനെയുള്ളവരാണ് സഭയുടെ സമ്പത്ത്. ഈ സമ്മേളനത്തിലേക്ക് അദ്ദേഹത്തെ വളരെ കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം പുസ്തകം പരിചയപ്പെടുത്തി കഴിഞ്ഞ് പാമ്പളാനി പിതാവ് പുസ്തകം പ്രകാശനം ചെയ്യും. അപ്പോൾ അത് ഏറ്റുവാങ്ങുന്നത് വർഗീസ് മാസ്റ്ററാണ്. വർഗീസ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പത്തെ ഇവിടെ തൊട്ടടുത്ത പള്ളിയിൽ വികാരിയായിരുന്നു. ഞാൻ അന്ന് കൈക്കാരനായിരുന്നു, മാഷാണ്. ഇവിടെ ഞാൻ പോലീസ് പ്രൊട്ടക്ഷനാണ്. ഒരു 7 ദിവസം 11 പോലീസുകാരുടെ കാവലിലേക്ക് ഞാൻ താമസിച്ചിരുന്നത്. അന്ന് എൻ്റെ കൈക്കാരനായിരുന്നു ഈ വർഗീസ് മാസ്റ്റർ. ഈ സഭയുടെ കാര്യത്തിലാണെങ്കിലും ജ്ഞാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങേറ്റം താല്പര്യമുള്ളത്. ഞാൻ ഈ പ്രദേശത്തൊക്കെ പോലീസ് പ്രൊട്ടക്ഷൻ നടക്കുമ്പോഴും അക്കാലത്ത് കൈക്കാരനായിരുന്ന ആളാണ്. ഭൂമി വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് രാത്രി രജിസ്ട്രാറുടെ വീട്ടിൽ പോയി ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ വർഗീസ് മാസ്റ്ററാണ് വാസ്തവത്തിൽ ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ ഏറ്റവും യോഗ്യൻ. കാരണം ഈ കുർബാനയുടെ ചരിത്രമൊക്കെ അറിയാൻ അങ്ങേയറ്റം താല്പര്യമുള്ള ചരിത്ര കുതുകിയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് അങ്ങേയറ്റം കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത്തെ പുസ്തകം ഞാൻ പറഞ്ഞല്ലോ, കുർബാനയുടെ ഉറവിടങ്ങൾ, പുക്താനഹോൻ, അതായത് അന്നാ പെസഹ തിരുനാൾ പ്രാർത്ഥന തൊട്ട് ബലിപീഠ പ്രവേശനം വരെയുള്ള ഭാഗങ്ങളാണ് രണ്ടാമത്തെ പുസ്തകത്തിൽ. അതേക്കുറിച്ചൊക്കെ നിങ്ങളോട് വിശദമായിട്ട് പറയാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നതും പരിചയപ്പെടുത്തുന്നതും ഫാദർ സക്കറിയാസ് പറനിലമാണ്. കേരള മെത്രാൻ സമിതിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് എറണാകുളത്തെ POC. അതിൻ്റെ ഡയറക്ടറായിരുന്നു. വലിയ ദൈവശാസ്ത്രജ്ഞനാണ്. ലിറ്റർജിയിലല്ല അദ്ദേഹത്തിൻ്റെ വിഷയം. എന്നിട്ടും ഇത് പരിചയപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം, ആ ദൈവശാസ്ത്രജ്ഞനായ അദ്ദേഹത്തിൻ്റെ ഫീൽഡ് അല്ലാതിരുന്നിട്ടും അദ്ദേഹം സമ്മതിച്ചു. ഈ ദൈവശാസ്ത്രജ്ഞന്മാർ പലരും ഈ കുർബാനയോടൊപ്പം അല്ല, പക്ഷെ അദ്ദേഹം ഈ കുർബാനയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ്. ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ്. ഈ കുർബാനയെ ചൊല്ലു. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇത് ഏറ്റുവാങ്ങുന്നത്, ഈ രണ്ടാമത്തെ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ മിൽജു മാത്യു ആണ്. ഇന്ന് രാവിലെ ചെന്നൈയിൽ നിന്ന് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ അവിടുന്ന് യാത്ര പുറപ്പെട്ടു ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ. എന്തിനാണ് ഇത്ര ദൂരം താണ്ടി ഈ മിൽജു മാത്യു ചെന്നൈയിൽ നിന്ന് വരുന്നത്? എല്ലാവിടെയും സീറോ മലബാർ സഭ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സഭ അംഗീകരിച്ച കുർബാനയെ ചൊല്ലാവൂ. അത് കിട്ടാനുള്ള കൊതി, സഭയുടെ കുർബാന കിട്ടാനുള്ള കൊതിയാണ് മിൽജു മാത്യുവിനോട് എത്തിച്ചത്. ഇന്ന് രാവിലെ വന്നത്. എനിക്ക് എത്ര മണിക്കൂറായിട്ട് പരിചയം കാണും. ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട് ചെന്നൈയിൽ.
ഞാൻ യൂറോപ്പിൽ നിന്നുള്ള ആളുകളെ കൊണ്ട് മാർ തോമസ് ലീഗായുടെ കാൽപാദമുള്ള ധ്യാനം എല്ലാ വർഷവും സംഘടിപ്പിക്കും. അപ്പോൾ ചെന്നൈയിലാണ് നമ്മുടെ മാർ തോമസ് ലീഗായുടെ ശവകുടീരം. ഇന്ന് ഞാനൊരു വീഡിയോ രാവിലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് പോയി കണ്ടോളോ. ആ കബറിടത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് കണ്ട ഒരു മണിക്കൂറായിട്ട് പരിചയമുള്ളൂ. പക്ഷേ ഈ സഭയ്ക്ക് വേണ്ടി മരിക്കും, ഈ കുർബാനയ്ക്ക് വേണ്ടി മരിക്കും. അങ്ങനെയാണ് മിൽജു മാത്യു ചെന്നൈയിൽ നിന്ന് വന്നത്. അദ്ദേഹത്തെ ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. മൂന്നാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ഈ കുർബാനയെക്കുറിച്ചുള്ള രണ്ടാമത്തെ വാല്യമാണ്. അതായത് ബലിപീഠ പ്രവേശനം തൊട്ട് സമാപനം, കുർബാന സ്വീകരണം കഴിഞ്ഞുള്ള ഭാഗങ്ങളുടെ ഓരോ ആചാരങ്ങളുടെയും ഒക്കെ അർത്ഥം, അതിൻ്റെ ദൈവശാസ്ത്രം, തിരുവചനം, ഇതെല്ലാം വ്യാഖ്യാനിച്ചിട്ട് മനോരമ പറമ്പലച്ച ചെയ്തിരിക്കുന്നതൊക്കെ. പക്ഷേ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ശ്രീ ഷിബു വാലപ്പനാണ്. ചാലക്കുടി മുനിസിപ്പൽ കൗൺസിലറാണ്, എൻ്റെ സുഹൃത്താണ്, എൻ്റെ മുമ്പത്തെ ഇടവകാംഗമാണ്. വേറെ ആളാണ് ഇത് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. ഷോർട്ട് നോട്ടീസിൽ ഇന്നലെയാണ് ഞാൻ ഷിബുവിനോട് പറഞ്ഞ, ഷിബു വേറെ ആരെയും ഇപ്പോൾ എനിക്ക് വിളിക്കാൻ പറ്റില്ല. ഷിബു പറഞ്ഞു, എനിക്ക് എന്തറിയാം ലിറ്റർജിയെക്കുറിച്ച്, നിങ്ങൾ അച്ഛന്മാർ ചെയ്യേണ്ട കാര്യമല്ലേ. ഞാൻ പറഞ്ഞു, ഷിബു സ്റ്റേജിൽ പേടി കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരാളെ ഇപ്പം എൻ്റെ മുമ്പിലില്ല, അതുകൊണ്ട് ഷിബു ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹമാണ് ഈ പുസ്തകം പരിചയപ്പെടുത്തുക. ആ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ ജോയ് ജോസഫ് കീഴേത്ത് സാറാണ്. ആ അറ്റത്തിരിക്കുന്ന ആൾ ഇങ്ങനെ ഇരിക്കുന്നു നോക്കണ്ട. ഈ കഴിഞ്ഞ ഏപ്രിൽ 9 റോമിൽ പോയി മാർപ്പാപ്പയെ കണ്ടു. മാർപ്പാപ്പ ഒരു കൊന്ത അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ഒരു നിവേദനം മാർപ്പാപ്പയ്ക്ക് കൊടുത്തു. മാർപ്പാപ്പ അത് സ്വീകരിച്ചു. മാർപ്പാപ്പയുടെ സെക്രട്ടറി ഈ സഭയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണം എന്ന് മാർപ്പാപ്പയോട് ആവശ്യപ്പെട്ട ഒരു നിവേദനമാണ് ഈ ജോയ് ജോസഫ് സാറ് അവിടെ ഈ മാർപ്പാപ്പയെ കണ്ടു കൊടുത്തത്. എന്താ ഇതിൻ്റെ അർത്ഥം? നമ്മുടെ സഭയുടെ ജനങ്ങളുടെ ദാഹമാണ് ഈ കാണിക്കുന്നത്. അതായത് നമുക്ക് ഇവിടെ അക്രമം വേണ്ട, അലങ്കോലം വേണ്ട, ക്രമത്തിൽ മതി. കുർബാന ക്രമം എന്നാണ് പറയണേ, കുർബാന അക്രമം എന്നല്ലല്ലോ. അച്ഛന്മാരുടെ അക്രമമല്ല കുർബാന, കുർബാന ക്രമമാണ്. ആ ക്രമത്തിൽ ചെയ്യണം. ഇത് ജനങ്ങളുടെ മോഹമാണ്. അത് കാണിക്കുകയാണ് മാർപ്പാപ്പയെ കണ്ടിട്ട് ഈ നിവേദനം സമർപ്പിക്കുക. അദ്ദേഹത്തെ കൃത്യമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവരോടൊപ്പം വന്നിരിക്കുന്ന എറണാകുളത്തു നിന്നുള്ള സുഹൃത്തുക്കൾ ഞാൻ പറഞ്ഞു. അവരെല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ പരിപാടി വെറുമൊരു സമ്മേളനമായി മാറാതെ ആധ്യാത്മിക കൂട്ടായ്മയായി രൂപാന്തരപ്പെടുത്തുന്നതിന് ഷൈജൻ തോമസ്, അദ്ദേഹത്തിൻ്റെ മകൻ അജയ്, അവർ സംഗീത വിരുന്നുമായിട്ട് ഇവിടെയുണ്ട്. നമുക്ക് ഇടയ്ക്ക് ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് സമയം കിട്ടുകയാണെങ്കിൽ, പിതാവ് പോയി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരും. ആ സമയത്ത് നമുക്കൊരു അല്പം പ്രാർത്ഥിക്കാനൊക്കെ അവർ നമ്മളെ സഹായിക്കും. എനിക്ക് അവരെ പരിചയമുള്ളത് ഏതാണ്ട് ഇതുപോലെ തന്നെ മിൽജുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ 1 മണിക്കൂറാണ്. അജയുടെ അനിയനല്ലേ, ജോലിക്ക് കിട്ടി പോകുകയാണ്. അച്ഛൻ്റെ ഒരു ആശീർവാദം വേണമെന്ന് പറഞ്ഞ് എന്നെ കാണാൻ വന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് വിട്ടു. അവന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടല്ല, ജോലി കിട്ടിയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. ജോലി കിട്ടിയിട്ട് ആദ്യത്തെ ശമ്പളത്തിൽ 20,000 രൂപ അയച്ചു തന്നു. ഈ പരിപാടി നടക്കുന്നത് കേട്ടപ്പോൾ അവരുടെ അമ്മ ഒരു 10,000 രൂപ അയച്ചു തന്നു. അവരിപ്പോൾ ഇത് പരസ്യപ്പെടുത്തരുന്ന് പറഞ്ഞിരുന്നു എന്നോട്. ഇത് വലത്തെ കൈ കൊടുക്കുന്ന ഇടത്തെ കൈ അറിയരുത്. പക്ഷേ 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേരെവിടെ, ഒരാളെ മാത്രം വന്നുള്ളൂ നന്ദി പറയാൻ എന്ന് കർത്താവ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരസ്യമാക്കേണ്ടത് എൻ്റെ ചുമതലയാണെന്ന് തോന്നി. ഈ കുർബാന ഏകീകൃത കുർബാന നടന്ന കാണുന്ന മോഹമാണ് ഇങ്ങനെ ഈ പണം നൽകുന്നതിലൊക്കെയുള്ള അവരുടെ താല്പര്യം. ഇപ്പോൾ വന്ന് ഈ പാട്ട് പാടി ആധ്യാത്മിക അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുള്ള താല്പര്യം. അവരെ ഹൃദ്യമായിട്ട്, ആ കുടുംബത്തെ മുഴുവൻ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഞാൻ കൊച്ചച്ഛനായിട്ട് ഈ രൂപതയിൽ 3 വത്സരങ്ങളും വികാരിയായിട്ട് 5 വത്സരങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ആ ഇടവകൾ വന്നിരിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും. അക്കൂട്ടത്തിൽ ഫ്രാൻസിസ് വന്നുണ്ടോ? ഫ്രാൻസിസ് ബാംഗ്ലൂരിൽ നിന്ന്, ഫ്രാൻസിസും ഷൈനി ബാംഗ്ലൂരിൽ നിന്ന് വന്നിരിക്കുകയാണ്. എൻ്റെ മുമ്പത്തെ ഇടവക്കാരാണ്. അപ്പോൾ ഇന്ന് രാവിലെ എത്തിയിരിക്കുകയാണ് ഫ്രാൻസിസും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷൈനിയും. എന്നും എൻ്റെ അജഗണമായിരുന്നു എനിക്ക് പിന്തുണ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സാമൂഹിക കാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങൾ, സഭയുടെ കാര്യങ്ങൾ, ആധ്യാത്മിക കാര്യങ്ങൾ, അങ്ങനെ സകല കാര്യങ്ങൾ ഏർപ്പെട്ടിരുന്ന ആളാണ് ഞാൻ. ഇതിനൊക്കെ പിന്തുണയായി നിന്നിരുന്നത് എൻ്റെ ഇടവകക്കാരാണ്. എൻ്റെ പ്രബോധനങ്ങൾ നെഞ്ചേറ്റിയവരാണ് നിങ്ങൾ, എൻ്റെ ഇടവക്കാർ. അതുകൊണ്ട് നിങ്ങളിവിടെ, ഞാൻ കുറേ കൂടി ആളുകൾക്ക് വേണമെങ്കിൽ വരാം, പക്ഷെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ 1000-2000 പേര് ആളുകൾ വരും ഇവിടെ. കാരണം അത്രമാത്രം നിങ്ങൾ എൻ്റെ പ്രബോധനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളവരാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ പേരെടുത്ത് പറയേണ്ടതാണ്, പക്ഷേ സമയക്കുറവ് മൂലം അതൊന്നും ചെയ്യുന്നില്ല. എല്ലാവരെയും ഞാൻ അങ്ങേയറ്റം ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. സാധാരണഗതിയിൽ പട്ടം കിട്ടിയിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു ഡയറക്ടറൊക്കെ ആക്കുക.
എനിക്ക് പട്ടം കിട്ടി മൂന്നാമത്തെ മാസം വർഷമല്ല, എന്നെ ബൈബിൾ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് നിയമിച്ചു ജെയിംസ് പഴയാറ്റിൽ പിതാവ്. 1991 പിന്നത്തെ വർഷം ഞാൻ ബിബ്ലിയ അക്കാദമി സ്ഥാപിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പിതാവ് എന്നെ വിമൻസ് ഡെസ്കിൻ്റെ ചെയർപേഴ്സണായിട്ട് നിയമിച്ചു ഈ രൂപതയിൽ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പേര് ബൈബിൾ പഠിച്ചിരുന്നവരും ഈ വിമൻസ് കമ്മീഷൻ്റെ ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അഭിലാഷിൻ്റെ നേതൃത്വത്തിലാണ് വന്നിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അഭിലാഷൊക്കെ ഇവിടെ ഉണ്ടോ? അവിടെയുണ്ട്. അപ്പോൾ ഈ അവരുടെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന എല്ലാവരെയും, ബൈബിൾ കമ്മീഷനും വിമൻസ് ഡെസ്കുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മടത്തമ്പടി എന്ന് പറഞ്ഞിട്ടൊരു പള്ളി, ആ പള്ളി ഞാൻ ഒരു 5 മാസം മൊത്തം ഇരുന്നത്. അതിൽ 3.5 മാസം ഞാനിരുന്നുള്ളൂ. 1.5 മാസം എൻ്റെ അനുജൻ അച്ഛനാണ് ആ പള്ളി നോക്കിയിരുന്നത്. ആ പള്ളിയിൽ ഞാൻ എല്ലാവരുടെയും ഞാൻ കുർബാനയെക്കുറിച്ചാണ് പ്രസംഗം. ഏത് പള്ളിയിലും തുടക്കം തൊട്ട് പട്ടം കിട്ടി കാലം തൊട്ട്. അങ്ങനെ ഈ പള്ളിയുടെ തൊട്ടപ്പുറത്ത് കീഴുപ്പാട് എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, ലത്തീൻ പള്ളി. 1 കിലോമീറ്റർ കാണുമായിരിക്കും. അവിടുത്തെ വികാരിച്ചൻ്റെ 3-ാമത്തെ ഞായറാഴ്ച ഞാൻ ചാർജ് എടുത്തിട്ട് 3-ാമത്തെ ഞായറാഴ്ച ആ അച്ഛൻ എൻ്റെ അടുത്ത് വന്നു, ഈ കീഴുപ്പാടം പള്ളിയിലെ. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഇവിടുന്ന് ട്രാൻസ്ഫറായി പോകുന്ന ദിവസം എന്നോടൊന്ന് പറഞ്ഞോളൂ. ഞാൻ ചോദിച്ചാൽ എന്തേ? എൻ്റെ പള്ളിയിലെ ആൾക്കാരില്ല, ലത്തീൻ പള്ളിയിലെ ആൾക്കാരില്ല, എല്ലാവരും അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുക. അപ്പോൾ എൻ്റെ പള്ളി പൂട്ടുകയാണ്, അച്ഛൻ ട്രാൻസ്ഫറായി പോകുമ്പോൾ ഞാൻ പള്ളി തുറക്കാൻ വേണ്ടി വരാം. ലത്തീൻ കുർബാന നിങ്ങൾക്കറിയാം, കുറച്ചുകൂടി ഷോർട്ടാണ്. എൻ്റെ ഈ നീണ്ട പ്രസംഗമൊക്കെ അടക്കം 1.5 മണിക്കൂറാണ് എൻ്റെ കുർബാന. ഞാൻ 7 മിനിറ്റ് പ്രസംഗം പറഞ്ഞിരുന്നേ, പക്ഷേ ആൾക്കാർ പറയും കൂടുതൽ കേൾക്കണം. ആ പള്ളിയിൽ, ഈ മടത്തമ്പടി പള്ളിയിൽ ഇരിക്കാൻ സ്ഥലമില്ലാണ്ടായി. കാരണം ലത്തീൻ പള്ളിയിലെ ആളുകളും ഇവിടെ വരികയാണ്. ആ ലത്തീൻ പള്ളിയിൽ പെട്ടവരാണ്, മടത്തമ്പടി പള്ളിയിൽ പെട്ടവരാണ് പിതാവിനെ സ്വീകരിക്കാൻ സെറ്റ് സാരിയും മറ്റും ഇവിടെ വന്നത്. ഞങ്ങൾ 10:15 പിതാവ് വരുന്നുള്ള മട്ടിൽ 10:10 അവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കാമെന്ന് വിചാരിച്ചു. പിതാവ് 10:05 വന്നു. അതുകൊണ്ട് ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ സ്റ്റൈലുള്ള ആ സ്വീകരണം പിതാവിന് നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഈ സ്ത്രീകളൊക്കെ നിരന്ന് നിന്നൊരു ഒരു ആനച്ചന്ത ഉണ്ടാകുമായിരുന്നു. അത് ഏതായാലും അത് നഷ്ടപ്പെട്ടു. ലിസി മടത്തമ്പടി, ലിസിയുടെ നേതൃത്വത്തിലാണ് അവർ വന്നത്. അവരെ അങ്ങേയറ്റം സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ലത്തീൻ പള്ളിയിൽ പെട്ടവർ ഈ എൻ്റെ പള്ളിയിൽ വന്ന്, സീറോ മലബാറിൻ്റെ പള്ളിയിൽ വന്ന് പ്രസംഗം കേട്ടെന്ന് പറഞ്ഞല്ലോ. അതിലൊരു പയ്യൻ, ഞാൻ കണ്ണാന്ന് വിളിക്കുന്ന ഒരു മിൽഡോ, അവൻ 30,000 രൂപയാണ് ഇന്നലെ അയച്ചത് ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി. എന്തിനെന്നറിയോ? ലത്തീൻകാർ പറയുക സീറോ മലബാർ സഭ നേരെയാകട്ടെ. ലത്തീൻകാരും അതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആ പണം അവർ അയച്ചു തന്നത്. അദ്ദേഹം പറഞ്ഞു, ഇത് അച്ഛാ പറയരുത്, വലിയ പ്രശ്നമാകും. ഞാൻ പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പറയും. കാരണം ഇത് മോഹമാണ്. ലത്തീൻ സഭക്കാരുടെയും മോഹമാണ്, സീറോ മലബാർക്കാരുടെയും മോഹമാണ്, ലോകത്തുള്ള സകല മനുഷ്യരുടെ മോഹമാണ് നമ്മുടെ സഭയിൽ ക്രമം ഉണ്ടാകുക എന്നുള്ളത്. പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം പറയേണ്ടവരാണ് എല്ലാവരും. എങ്കിലും അതിന് മുതിർന്നാലത്തെ സ്ഥിതി അറിയാലോ. എങ്കിലും എനിക്ക് 2 വീലർ ഉപയോഗിക്കാൻ പറ്റാതെ വന്നപ്പോൾ കാറ് നൽകിയ ബേബി കണ്ണമ്പുഴ, എനിക്ക് സുരക്ഷാ പ്രശ്നം വന്നപ്പോൾ എൻ്റെ അപ്പുറത്തുപുറത്ത് നിന്ന് സുരക്ഷ ഒരുക്കിയ ബാബു കണ്ണമ്പുഴ, അവർക്ക് ഇവിടെ ഉണ്ടോ? അവരവിടെ ഉണ്ട്. പിന്നെ പോലീസ് പ്രൊട്ടക്ഷൻ പിൻവലിച്ചപ്പോൾ ആർമി ഓഫ് മാണിപ്പറമ്പിൻ്റെ പട്ടാളം എന്ന് പറഞ്ഞിട്ട് 40 പേര് 2 ഗ്രൂപ്പായി തിരിഞ്ഞിട്ട് അവരുടെ ഇടയിലാണ് ഞാൻ 3 കൊല്ലം ഇവിടെ കിടന്നുറങ്ങിയിരുന്നത്. അവരാണ് ഈ നൊസ്റ്റാൾജി എന്ന് പറഞ്ഞൊരു സാമൂഹിക ഗ്രൂപ്പ്. അവർക്കാണ് ആ എഴുന്നേറ്റ് നിൽക്കുന്നതൊക്കെ അവരിൽ പെട്ടവരാണ് പട്ടാളക്കാർ, മാണിപ്പറമ്പിൻ്റെ പട്ടാളം. അപ്പോൾ ഇവരെ എല്ലാവരെയും, പിന്നെ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഞാൻ മാളയിലായിരിക്കുമ്പോഴേ, മാളയാണ് എൻ്റെ ആദ്യത്തെ പള്ളി. മാള അരവിന്ദൻ സിനിമാ നടനുമായിട്ട് ചേർന്ന് ഞാൻ ആർട്സ് ഇൻ്റർനാഷണൽ മാള എന്ന് പറഞ്ഞിട്ടൊരു സാംസ്കാരിക നവോത്ഥാനത്തിന് പരിപാടി തുടങ്ങിയിരുന്നു. അതിന് ചുക്കാൻ പിടിച്ചിരുന്നത് ഡേവിസ് ഡോക്ടറും പിന്നെ ജോയി മാഷ്, വർഗീസ് കാരാത്ര, അവരും ഡേവിസ് ഡോക്ടറുടെ വൈഫും കൂടിയുണ്ട്. അവരെയും പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, പേരെടുത്ത് പറയേണ്ടവരാണ് ഓരോരുത്തരും. കാരണം അത്രമാത്രം ബന്ധമുണ്ട് നിങ്ങൾ ഞാൻ തമ്മിൽ. പക്ഷെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് ഓരോരുത്തരെയും വ്യക്തിപരമായി സ്വാഗതം ചെയ്യുന്നതിന് കണക്കാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഈ സമ്മേളനത്തേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. സമയം അറിയാം പിതാവേ, എനിക്കറിയാം. സ്വാഗത പ്രസംഗം കഴിഞ്ഞു. ഇനി ആമുഖ പ്രഭാഷണം. അത് ചെറുതാണ്. ഇതിൻ്റെ തുടക്കം നമ്മൾ അവിടെ വെച്ച് നടത്താനാണ് ആഗ്രഹിച്ചിരുന്നത്. നമ്മളൊരു 700-1000 പേരൊക്കെ പങ്കെടുപ്പിക്കാനുള്ളൊരു പരിപാടിയായിരുന്നു. അന്ന് എനിക്ക് നിശ്ചയിച്ചിരുന്നത് 7 മിനിറ്റ് പ്രസംഗമാണ്. ഞാനത് ക്യാപ്റ്റനെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. എന്നാൽ സമ്മേളന സ്ഥലം മാറിക്കഴിഞ്ഞപ്പോൾ ശ്രോതാക്കളിൽ അന്തരം വന്നു. ഇവിടെ വന്നിരിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും, എനിക്കറിയാം
മണ്ണൂരം പറമ്പിലച്ചനെ കാണണം, പാമ്പളാനി പിതാവിനെ കാണണം, പിന്നെ മാണി പറമ്പിലച്ചനെ കേൾക്കണം. അപ്പം അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. ഇതിൽ മറ്റ് മതസ്ഥരുണ്ട്. അവർ ഞാൻ പലപ്പോഴും പൊതുവേദിയിൽ കവലകളിൽ പ്രസംഗം നടത്താറുണ്ട്, പൊതുജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു ഇത് തീർത്തും മതപരമായൊരു സമ്മേളനമാണ്. അപ്പോൾ അവർ പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റില്ല, ഞങ്ങൾക്ക് അച്ഛനെ കാണണം, അച്ഛൻ്റെ പ്രസംഗം കേൾക്കണം എന്ന് പറഞ്ഞ് അവർ മറ്റ് മതസ്ഥരും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ കേട്ടാലും കുഴപ്പമൊന്നുമില്ല, കാരണം അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഇതൊക്കെ സമൂഹ മാധ്യമത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ സാധാരണക്കാർക്ക് മെത്രാന്മാരോട് കാര്യങ്ങൾ പറയാൻ ഒരു പരിമിതിയുണ്ട്, കിട്ടാനും പരിമിതിയുണ്ട്, തിരക്കാണ്, പിന്നെ പറയാനും പരിമിതികളുണ്ട്. വിരലിൽ എണ്ണാവുന്ന ഏതാനും പേരൊഴികെ മറ്റെല്ലാവരും, സഭയിലെയും സഭയ്ക്ക് പുറത്തുള്ള എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്ന, മെത്രാന്മാരോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്, അവരുടെ വിചാരങ്ങളാണ് ഇപ്പോൾ എൻ്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. ഇത് കേൾക്കാൻ മനസ്സ് കാണിക്കുന്ന പാമ്പളാനി പിതാവിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. പിതാവ് കൈകൊണ്ട് കാണിച്ചു പറയൂ എന്ന് പറഞ്ഞ് അതെനിക്ക് ഭയങ്കരമായ നല്ല ഒരു പ്രസാദാത്മകമായ അടുത്തൊരു ചുവടുവെപ്പായി ഞാൻ കണക്കാക്കുകയാണ്. 2025 നവംബർ 8 തീയതി എറണാകുളത്തെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചു. 920 പേര് രജിസ്റ്റർ ചെയ്തു അല്ലേ, പിന്നെ ഒരു 10,200 പേര് രജിസ്റ്റർ ചെയ്യാതെയും വന്നു. പക്ഷെ അതിൽ പങ്കെടുക്കരുതെന്ന് നമ്മുടെ സീറോ മലബാർ സഭയുടെ തലപ്പത്ത് തൊട്ട് ഈ അറ്റം വരെ മെത്രാന്മാർ എന്നെ വിളിച്ച് പോകരുതെന്ന് വിലക്കി. എൻ്റെ സുരക്ഷയെ കരുതിയിട്ടായിരിക്കണം. പക്ഷേ അതിലൂടെ എനിക്ക് പോകാൻ പറ്റിയില്ല, ഞാൻ ഓൺലൈനിലായിട്ടാണ് സംബന്ധിച്ചത്. പക്ഷെ അതിലൂടെ ഒരു കാര്യം എനിക്ക് വ്യക്തമായി, അവിടെ എന്നെ ചിലരെല്ലാം പേടിക്കുന്നുണ്ട്. എന്തിനാണ് പേടിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ പേടിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സമ്മേളനം തിരുവാങ്കുളത്ത് വെച്ച് നടത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചു. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഒക്കെ നമ്മൾ മീറ്റിങ്ങിൽ ചർച്ച ചെയ്തു. പ്രശ്നങ്ങൾ ഉണ്ടായാൽ എന്തൊക്കെ നടപടികൾ എടുക്കണം, എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. എന്നിട്ടും സമ്മേളന വേദി മാറ്റേണ്ടി വന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അവർ പേടിക്കുന്നു. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന പേടിയേക്കാൾ അവർക്ക് പേടി മാണിപ്പറമ്പലച്ചനെയാണ്. പവർ, അതോറിറ്റി, 2 വാക്കുണ്ട് ഇംഗ്ലീഷിൽ. പവർ എന്ന് പറഞ്ഞാൽ ഒരു കസേരയുമായി ബന്ധപ്പെട്ടതാണ്. പവർ പദവിയുമായി ബന്ധപ്പെട്ടത്. ഞാനിപ്പോൾ ഒരു വികാരിയാണെങ്കിൽ ആ വികാരിയുടെ കസേരയുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില അധികാരങ്ങളുണ്ട്. അവിടുന്ന് മാറ്റിയാലോ പിന്നെ വരുന്ന വികാരിയുടെ അനുവാദമില്ലാതെ അവിടെ കുർബാന പോലും ചൊല്ലാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ആ കസേര മാറി, അധികാരം മാറി, അല്ലെങ്കിൽ പവർ മാറി. അതോറിറ്റി എന്ന് പറയുന്നത് അതല്ല. അതോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആളുടെ വ്യക്തിത്വത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ്. കസേര കിട്ടിയാലും ഇല്ലെങ്കിലും അധികാരമുണ്ടാകും, അതോറിറ്റി ഉണ്ടാകും. ഈ സഭയിൽ ഒരു പവറുമില്ലാത്തവനാണ് ഞാൻ. വൈദികൻ എന്ന ഒരു സ്ഥാനമല്ലാതെ ഒരു ഏതെങ്കിലും അധികാര സ്ഥാന കസേരകളിൽ ഇരിക്കുന്ന ആളല്ല ഞാൻ. അങ്ങനെയുള്ള എന്നെ ഇത്രമാത്രം അവർ പേടിക്കുന്നെങ്കിൽ സകലമാനം അധികാരങ്ങളുമുള്ള പാമ്പളാനി പിതാവിന് ഈ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപിൽ നടപ്പാക്കാൻ പറ്റുമെന്ന തെളിവാണത്. അതിന് പിതാവിൻ്റെ കൂടെ നിൽക്കാൻ ഉയിരും പ്രാണനും നൽകാൻ തയ്യാറുള്ളവരാണ് ഈ ഇരിക്കുന്നവരെല്ലാവരും തന്നെ എന്ന് ഞാൻ വാക്ക് നൽകുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇത് നിങ്ങൾ കേൾക്കണം കേട്ടോ, ഇത് നിങ്ങൾ കേൾക്കണം. കാരണം എന്നോട് എല്ലാവരും ചോദിക്കും ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാൻ പറയണേ. ഈശോ മിശിഹായുടെ പ്രമുഖ ശിഷ്യനായിരുന്നു തോമസ് ലീഹ. പത്രോസും യോഹന്നാനും കഴിഞ്ഞാൽ പിന്നെ 12 പേർക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ളത് തോമസ് ലീഹ മാത്രമാണ്. തോമസ് ലീഹയുടെ സഭയെയും യോഹന്നാൻ്റെ സഭയെയും അന്നത്തെ മെയിൻ സഭ പുറത്താക്കാൻ തീരുമാനിച്ചു. അതിനുള്ള റിയാക്ഷനാണ് നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ തോമസ് ലീഹയിൽ നിന്ന് നേരിട്ട് പകർന്നു കിട്ടിയ കുർബാനയാണ് നമ്മുടെ കയ്യിൽ മാത്രമുള്ളത്. സീറോ മലബാർ സഭയുടെ കയ്യിലും ഇറാഖിലെ കൽദായ കത്തോലിക്ക സഭയുടെ കയ്യിലും മാത്രം, ഈ 2 സഭകളിൽ മാത്രം. കത്തോലിക്ക സഭയിൽ 24 സഭകളുണ്ട്. ഈ 2 സഭകളുടെ കയ്യിൽ മാത്രമാണ് സ്ലീഹയിൽ നിന്ന് നേരിട്ട് കൈമാറി കിട്ടിയ കുർബാനയുള്ളൂ. AD 1-ാം നൂറ്റാണ്ടിൽ AD 100 എഴുതപ്പെട്ട ഡിഡാഹയിൽ കാണുന്ന ആ അനാഫറയോട് കിടപിടിക്കുന്ന 12 സ്ലീഹന്മാരുടെ പ്രബോധനങ്ങൾ എന്ന ഡിഡാഹയിലെ കുർബാനയോട് കിടപിടിക്കുന്ന കുർബാനയാണ് മണ്ണൂരം പറമ്പിലച്ചൻ നമുക്ക് മലയാളത്തിലാക്കി തന്നു ഈ അദ്ദായിമാരുടെ സ്ലീഹന്മാരുടെ കുർബാന. ഈ കുർബാന നമുക്കിപ്പോഴും ഇപ്പോഴും അതിൻ്റെ വികൃത രൂപത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വികൃത രൂപത്തിൽ ഒന്ന് കുരിശ് വരച്ചേ പെട്ടെന്ന്, പിതാവിൻ്റെയും പുത്രൻ്റെയും ഒന്നുകൂടി വരച്ചേ. ഇങ്ങനെയാണ് നമ്മൾ കുരിശ് വരയ്ക്കണേ. ഞാൻ കുരിശ് വരയ്ക്കുന്നത് ശ്രദ്ധിച്ചെന്ന് ഞാനിങ്ങനെ ഈ 3 പേരിലെങ്ങനെ കൂട്ടിപ്പിടിക്കും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈശോയുടെ ദൈവത്വവും മനുഷ്യത്വവും ഇങ്ങനെ വെച്ചിട്ട് പിതാവിൻ്റെയും ആകാശം മുതൽ ഭൂമി വരെ പിതാവിൻ്റെയും പുത്രൻ്റെയും മർക്കോസ് 16:19 പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന പുത്രൻ തമ്പുരാൻ, പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. ഞാൻ
ഈ ഫ്ലെജ് ഇവിടെ എൻ്റെ സ്റ്റാഫാണ് ഇവിടെ നിൽക്കുന്നത്, അവരോട് കുരിശ് വരയ്ക്കാൻ പറഞ്ഞു. 2 പേരെ ഇടത്തോട്ട് കൊണ്ടുപോയി, ഒരാൾ വലത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ നീ വലത്തോട്ട് ചെയ്യണേ? പണ്ട് അവൾ കൊച്ചായിരുന്നപ്പം ഇടവകയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് വലത്തോട്ടാണ് കുരിശ് വയ്ക്കേണ്ടത്. ഇങ്ങനെയായിരുന്നു 15-ാം നൂറ്റാണ്ട് വരെ എല്ലാ സഭകളിലും, ലത്തീൻ സഭയിലും വലത്തോട്ടായിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ ലത്തീൻ സഭയിൽ അത് ഇടത്തോട്ടാക്കി. എന്തുകൊണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിന് തിരുവചനം ഞാൻ കണ്ടിട്ടില്ല. ഇല്ലേ, വലത്തുനിന്ന് ഇടത്തുനിന്ന് വലത്തുനിന്ന് ഇടത്തോട്ടുള്ളത് ഇടത്തുനിന്ന് വലത്തോട്ടാക്കി. കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും കോൺഗ്രസിലേക്കുള്ള പോക്കായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാ സഭകളിലും വലത്തുനിന്ന് ഇടത്തോട്ടായിരുന്നു. ലത്തീൻ സഭയിൽ അങ്ങനെയാക്കി 15-ാം നൂറ്റാണ്ടിൽ. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇവിടെ വന്നു. ഉദയംപേര് സൂനദോസ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന എല്ലാം നെസ്റ്റോറിയം പാഷാണ്ഡതയാണ്. നമ്മളാണ് തിരുവചനം അനുസരിച്ച് കുരിശ് വരച്ചിരുന്നത്, അവരാണ് തെറ്റി വരച്ചിരുന്നത്. എന്നിട്ട് നമ്മൾ നെസ്റ്റോറിയം പാഷാണ്ഡത എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തിരുന്ന സകല സംഗതികളും വെട്ടിമാറ്റി, നമ്മുടെ കുർബാന അങ്ങ് വികൃതമാക്കി. അതിനെതിരെ സഭ പ്രതിഷേധിച്ചു. ആ പ്രതിഷേധത്തിൻ്റെ അത്യുച്ചിയാണ് ഈ ഉദയംപേര് സൂനദോസ് 1599 1653 ഉദയംപേര് സൂനദോസ് ഉദയംപേര് സൂനദോസ് കഴിഞ്ഞ് 1650 കൂനംകുരിശ് സത്യം. അതോടെ സഭ 2ആയി പിളർക്കപ്പെട്ടു, പിന്നെ പലതായി നുറുക്കപ്പെട്ടു. അതുവരെ ഒന്നായിരുന്ന സഭ പല കഷ്ണങ്ങളായി. എന്തുകൊണ്ട്? നമ്മൾ തെറ്റാണ് ചെയ്യുന്നതെന്ന് തെറ്റായി ആരോപിച്ചിട്ട് ദുരാരോപണം നടത്തി നമ്മുടെ പാരമ്പര്യങ്ങൾ മുഴുവൻ വികൃതമാക്കി. ഇതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പലതരത്തിൽ ചെയ്യുന്നത്. ഇതുപോലുള്ള സകല ദൈവശാസ്ത്ര സംഗതികളും നെസ്റ്റോറിയം പാഷാണ്ഡ മുദ്രകുത്തി മാറ്റി. ഈ വിദേശാധിപത്യമെല്ലാം അവസാനിപ്പിച്ച് നമുക്ക് സ്വന്തമായി ഹൈറാർക്കി കിട്ടിയത് 1923 1923, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ്, 1400 വർഷം കഴിഞ്ഞ് നമുക്ക് ഹൈറാർക്കി കിട്ടി. 11 കൊല്ലം കഴിഞ്ഞപ്പോൾ അന്നത്തെ മാർപ്പാപ്പ 1934 ഇതൊക്കെ ഈ പുസ്തകത്തിൽ മണ്ണൂരം പറമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വാങ്ങിച്ച് വായിക്കണേ, പഠിക്കണേ, മക്കളെ പഠിപ്പിക്കണേ. ഈ 1934 മാർപ്പാപ്പ നമ്മുടെ മെത്രാന്മാരോട് പറഞ്ഞു, നിങ്ങൾ പുരാതനമായ അനാഫറ, ആ കൂദാശക്രമം, ആ കുർബാനക്രമം വീണ്ടെടുക്കണം. നമ്മുടെ മെത്രാന്മാരെന്താ പറഞ്ഞെന്നറിയോ? ഇപ്പോൾ വിമത വൈദികരും മുന്നേറ്റക്കാരും പറയുന്ന അതേ കാര്യം. ഞങ്ങൾക്ക് 11 വർഷമായിട്ട് ഒരു കുർബാനയുണ്ട്, അത് മതി. 2000 വർഷം പഴക്കമുള്ള കുർബാന വേണ്ട, 11 വർഷം പഴക്കമുള്ള ഈ ചൈന പ്രോഡക്റ്റ് അത് മതി. ഇപ്പോൾ അതുതന്നെയാണ് അവർ ഏറ്റുപിടിക്കുന്നത്. നമ്മുടെ മെത്രാന്മാർക്ക് അറിവില്ലായ്മയായിരുന്നു. വത്തിക്കാൻ പറഞ്ഞാൽ നടക്കില്ല. കത്തോലിക്ക സഭയിൽ ഇത്രയും പുരാതനമായ ഒരു കുർബാനയുള്ളപ്പോൾ നഷ്ടപ്പെടുത്താൻ വത്തിക്കാന് കഴിയില്ല. അജ്ഞതയാണ്, പാപകരമായ അജ്ഞതയാണ് നമ്മുടെ സഭയിലെ പ്രശ്നങ്ങൾക്കുള്ള മുഖ്യ കാരണം. കോവിഡ് കാലത്തും വൈദികർ തെരുവിലിറങ്ങി ലോഹം മടക്കി കുത്തി സമരത്തിന് പോയത് അജ്ഞത നിമിത്തമാണ്. അത് പഠിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ്, സ്വീകരിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ്, ഈ വിശേഷപ്പെട്ട നിധിയുടെ വില മനസ്സിലാക്കാത്തത് കൊണ്ട്. ഈ അജ്ഞതയെ തുരത്തി അറിവിൻ്റെ പ്രകാശം പരക്കാൻ ഈ 3 പുസ്തകങ്ങൾ നിങ്ങൾ വാങ്ങിക്കണം, വായിക്കണം, പഠിക്കണം. നിങ്ങൾ ഓരോരുത്തരും കുർബാന പങ്കെടുക്കുന്നു. അച്ഛൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനങ്ങനെ ചുവന്ന അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഒരു ഉദാഹരണം കൂടി ഞാൻ പറയുകയാണേ, ഇനി 5 മിനിറ്റോടെ ഞാൻ തീർക്കും. ഇത് കൂദാശ ചെയ്യാത്ത ഓസ്തിയാണ്, ഞാൻ ഉദാഹരണത്തിന് കാണിക്കുന്നതാണ്. ഈ ഓസ്തി അച്ഛനിങ്ങനെ എടുത്തിട്ട് ഈ വിഭജന കർമ്മങ്ങൾ നടത്തുന്ന സമയത്ത് അച്ഛനിങ്ങനെ വിഭജിച്ചിട്ട് ഈ കഷ്ണം ഇങ്ങനെ തിരിച്ച് കാസയിലേക്ക് തിരിച്ച് വെക്കണം. ഇങ്ങനെ വെക്കാൻ പറ്റില്ല, ഇങ്ങനെ വെക്കാൻ പറ്റില്ല. ഈ കഷ്ണം ഇങ്ങനെ തിരിച്ച് വെക്കണം. ഇവിടെയാണ് കാസ. കാസയിൽ തിരുരക്തമുണ്ട്. ആ തിരുരക്തവുമായി ബന്ധപ്പെട്ടതാണ് തിരിച്ചറിയെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ മുഖം ഇങ്ങോട്ട് തിരിച്ച് വെക്കുന്നത്. ഈ കഷ്ണം കൊണ്ട് തിരുരക്തത്തിൽ റൂഷ്മ ചെയ്തിട്ട് ഇതിങ്ങനെ മടക്കി ഇത് ഇങ്ങനെയാണ് വെക്കുക. അച്ഛന് തിരിഞ്ഞ് പൗരോഹിത്യവുമായി ബന്ധപ്പെട്ടതാണ് ഈ കൂദാശ. അതായത് തിരുരക്തവുമായി ബന്ധപ്പെട്ടത്, പൗരോഹിത്യവുമായി ബന്ധപ്പെട്ടത്. പരിശുദ്ധ കന്യകാമറിയം ചെയ്തതാണ് അച്ഛന്മാർ ചെയ്യണേ. പരിശുദ്ധ കന്യകാമരത്തിൽ വന്ന് പിറന്നത് ദൈവമാണ്, പക്ഷേ അത് അവളുടെയും ദൈവമാണ്. ഈ വൈദികൻ കൈകാര്യം ചെയ്യുന്നത് ഈ മറിയം കൈകാര്യം ചെയ്ത പോലെ ദൈവത്തെയാണ്. ഇത് കാണിക്കാൻ വേണ്ടിയാണ്. എന്നിട്ടിത് തിരിച്ചെടുത്തിട്ട് ഇതിങ്ങനെ മടക്കി ഇങ്ങനെ വീണ്ടും യോജിപ്പിക്കും. കർത്താവ് മരിച്ചു, കർത്താവിന് ശരീരം ആത്മാവ് വേർപെട്ടു, 3-ാം ദിവസം അവൻ വീണ്ടും ശരീരത്തിൽ ഉത്ഥാനം ചെയ്യുന്നത് കാണിക്കുന്നതാണ്. ഇതാണ് കർമ്മം. ഇതിങ്ങനെ ചെയ്യാവൂ എന്ന് നമ്മുടെ തക്സയിൽ എഴുതിയിട്ടുണ്ട്. ഇതാണിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന തക്സ. ഇതിൽ 72-ാമത്തെ പേജ്. തിരുവോസ്തി 2ആയി മുറിക്കുന്നു. അത് ചുവന്ന അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത്, ചുവന്ന അക്ഷരത്തിൽ. തിരുവോസ്തി വൈദികൻ 2ആയി മുറിക്കുന്നു.
മുറിച്ച വശം കാസയ്ക്ക് നേരെ വരത്തക്ക വിധം ഇടത്ത് കൈയിലുള്ള ഭാഗം പീലാസിൽ വെക്കുന്നു. അനന്തരം വലത്ത് കൈയിലുള്ള ഭാഗം കൊണ്ട് തിരുടക്കം കുരിശാക്കൽ റൂഷ്മ ചെയ്യുന്നു. എന്നിട്ട് കുറച്ച് പ്രാർത്ഥനകളുണ്ട്. 73-ാമത്തെ പേജ് അവസാനം. തിരുവോസ്തിയുടെ ഭാഗങ്ങൾ ഒന്നിനുമേൽ ഒന്നായി കുരിശാകൃതിയിൽ വെക്കുന്നു. അടിയിലത്തെ ഭാഗം കാസയ്ക്ക് നേരെയും മുകളിലത്തെ ഭാഗം കാർമികന് നേരെയും തിരിഞ്ഞിരിക്കണം. ആചാരം ചെയ്തതിന് ശേഷം അങ്ങനെ പോകുകയാണ്. ഇതെന്തിനാ ചുവന്ന അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? എന്തിനാ അങ്ങനെ വെച്ചിരിക്കുന്നത്? അച്ഛന്മാർ ഇങ്ങനെ ചെയ്യാവൂ, മറിച്ച് ചെയ്യാൻ പാടില്ല. അച്ഛൻ്റെ സ്വകാര്യ സ്വത്തല്ലല്ലോ ഇത്. തറവാട്ട് സ്വത്താണ് അച്ഛൻ്റെ, സഭയുടെ സ്വത്തല്ലേ. കർത്താവല്ലേ ഇത് സഭ ഏൽപ്പിച്ചത്. അതുകൊണ്ട് സഭയുടെ ക്രമമനുസരിച്ചും സഭയുടെ നിയോഗമനുസരിച്ചും കുർബാന ചൊല്ലാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ്, എഴുതി കൊടുത്തിട്ടാണ് പട്ടം കിട്ടണേ. അങ്ങനെയല്ലേ? എന്നിട്ട് ധിക്കാരത്തിൻ്റെയും മനസ്സരണക്കേടിൻ്റെയും അന്തരീക്ഷമാണ് ഇവിടെ മുഴുവൻ തളം കെട്ടി നിൽക്കുന്നത്. അത് മാറണം. ഈ ദുഃഖാന നവോത്ഥാന സമ്മേളനം അതിന് നാന്ദി കുറിക്കുകയാണ്. മിണ്ടാൻ പറ്റില്ല. എൻ്റെ അനുവാദമില്ലാതെ ഒരാൾക്ക് മിണ്ടാൻ പാടില്ല. ഒരു കാര്യം കൂടി, ഞാൻ കർത്താവ് ഇപ്പം നിങ്ങൾക്ക് കേട്ടപ്പോൾ ചിലർക്കും സംശയം വന്ന് കാണും, ഇതെല്ലാം കർത്താവ് നൽകിയതാണോ, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണോ, സഭ ഉണ്ടാക്കിയതാണോ? കർത്താവ് ഉത്ഥാനം ചെയ്തിട്ട് ആദ്യം ചെയ്ത കാര്യം എന്താണ്? എമ്മാവൂസിലേക്ക് പോയി. അവിടെ എന്താ ചെയ്തത്? വഴിയിൽ വെച്ച് വചനം വ്യാഖ്യാനിച്ചു. വഴിയിൽ വെച്ച് വചനം. വീട്ടിൽ കയറിയപ്പോൾ കുർബാന അർപ്പിച്ചു, അല്ലേ? അങ്ങനെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് മുറിച്ച് കൊടുത്തപ്പോൾ അവരെ കണ്ണുകൾ തുറക്കപ്പെട്ടു. കർത്താവ് ആ ഉത്ഥാനം ചെയ്ത് അന്ന് ചെയ്തത് കുർബാന അർപ്പിക്കുകയാണ്. വഴിയിൽ വെച്ചാണ് വചന വ്യാഖ്യാനം, വീട്ടിൽ വെച്ചാണ് അനാഫറ. ബേമയും ബലിപീഠവും, ഇതിനാണ് രണ്ട്. ഇതാണ് ഉത്ഥാനം ചെയ്ത ദിവസം. പിന്നെ 40 ദിവസം കർത്താവ് ആവർത്തിച്ചു. ഇതല്ലേ കർത്താവ് സഭയെ ഏൽപ്പിച്ചത്? ഇതല്ലേ ഞാൻ കർത്താവ് നേരിട്ട് നൽകിയതാണ് കുർബാന എന്ന് പറയുന്നത്. കുർബാനയാണ് ആദ്യം, അതിൽ നിന്നാണ് വചനം എഴുതപ്പെട്ടത്. ആദ്യത്തെ 17 കൊല്ലം കുർബാന മാത്രമേ ഉണ്ടായിരുന്നു, ലിറ്റർജിയാണ് ഉണ്ടായിരുന്നത്. ലിറ്റർജിയിൽ നിന്നാണ് വചനമുണ്ടായത്, എഴുതപ്പെട്ട വചനം. അതുവരെ വാമൊഴിയായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇത്രമാത്രം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ലിറ്റർജി. ബൈബിളിൽ ഒരു വചനം മാറ്റം നമുക്ക് അധികാരമില്ല, ലിറ്റർജിയിൽ ഒന്നും മാറ്റാൻ നമുക്ക് അധികാരമില്ല. സഭയ്ക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് സഭ പറയുന്ന പോലെ ചെയ്യണമെന്ന് പറയുന്നത്. അത് നമ്മളും ചെയ്യണം, നമ്മുടെ അച്ഛന്മാരും ചെയ്യണം. എറണാകുളത്തെ അച്ഛന്മാരും എറണാകുളം അങ്കമല വൈദികരും ചെയ്യണം, ലോകത്തുള്ള സകല വൈദികരും ചെയ്യണം. അത് നമ്മൾ അൽമായർ പ്രഖ്യാപിക്കുകയാണ്, അവരോട് വിനീതമായിട്ട് ആവശ്യപ്പെടുകയാണ്. ലോകത്തെ ഏറ്റവും പച്ചപ്പ് നിറഞ്ഞ സഭയാണ് നമ്മുടെ. ഇത്രമാത്രം സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സഭയും ലോകത്തില്ല. നമ്മുടെ ദൈവവിളി കൊണ്ട് അതിസമ്പന്നമാണ്. നിങ്ങൾ ലോകത്ത് എവിടെ പോയിട്ട് ചോദിച്ചാലും എവിടെ നിന്നാണ് പറഞ്ഞേ? ഇന്ത്യ. അപ്പോൾ കേരളത്തിൽ നിന്നാണോ അവർ ചോദിക്കും. അതെ. സീറോ മലബാറാണോ ചോദിക്കും. കാരണം ലത്തീൻ സഭയിൽ പ്രവർത്തിക്കുന്ന 79% വൈദികരും കന്യാസ്ത്രീമാരും സീറോ മലബാർ സഭയിൽ നിന്നുള്ളവരാണ്. 79%. അത്രയും സമ്പന്നമാണിത്. അതേസമയം സീറോ മലബാർ സഭയുടെ വലിയ പ്രശ്നമായി നാം കാണുന്നത് അതിപ്പോഴൊരു സഭയായിട്ടില്ല, ഓരോ നാട്ടുരാജ്യങ്ങളായി നിൽക്കുകയാണ്. കാരണം അതിനൊന്നിച്ച് നിർത്തുന്ന ഒരേ ഒരു ലിറ്റർജി ഇല്ല. നൂറ്റാണ്ടിലേറെ കത്തി നിൽക്കുന്ന ഈ പ്രശ്നം സമൂഹത്തിൽ സഭയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്ന അപമാനവും പ്രതിച്ഛായ നഷ്ടവും വാക്കുകളിൽ വർണ്ണിക്കാൻ കഴിയില്ല. 5 ലക്ഷം പോലും ജനസംഖ്യയില്ലാത്ത സഭകളുടെ തലവന്മാർ പറയുന്നത് ലോകം മുഴുവൻ കേൾക്കുമ്പോഴും 50 ലക്ഷമുള്ള നമ്മുടെ സഭയുടെ തലവൻ്റെ വാക്കുകളെ ആരും ഗവനിക്കുന്ന പോലുമില്ല. നാനാജാതി മതസ്ഥരുടെ മുമ്പിൽ സീറോ മലബാർ സഭ കോമാളിയായി മാറിയിരിക്കുക. അത് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായും സഭയ്ക്ക് മൊത്തത്തിലും ക്ഷീണമാണ്. നാണം കൊണ്ട് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത ഈ അവസ്ഥ സഭയ്ക്ക് വരുന്ന ഡാമേജ് അതീവ ഗൗരവമാണ്. നമ്മുടെ സഭയിൽ ഐക്യത കൊണ്ടുവരാനുള്ള വളരെ പ്രായോഗിക നിർദ്ദേശങ്ങൾ ഞാൻ 2 പ്രാവശ്യം മെത്രാന്മാർക്ക് എഴുതിയിട്ടുണ്ട്, വത്തിക്കാനിൽ അറിയിച്ചിട്ടുണ്ട്, ഗുരുവത്തി പിതാവ് പൗരത്വ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞത് കൂടാതെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ സഭ എന്തെന്ന് മെത്രാന്മാരെ പഠിപ്പിക്കാൻ ഒരു 2-ാം വത്തിക്കാൻ സൂനോദോസ് പോലെ ഒന്ന് പാമ്പ്ളാനി പിതാവും തട്ടിൽ പിതാവും വിളിച്ചു കൂട്ടണമെന്ന് ഈ നവോത്ഥാന സദസ്സ് സമ്മേളനം വിനീതമായി അഭ്യർത്ഥിക്കുക. 3 മാസം 2-ാം വത്തിക്കാൻ സൂനോദോസ് പോലെ നിങ്ങൾ മൗണ്ട് തോമസിലോ വേറെ എവിടെയെങ്കിലും പോയിട്ട് പഠിക്കുക. കുർബാന കൃത്യമായി ചൊല്ലുക മെത്രാന്മാർ. 3 മാസം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ സീറോ മലബാർ സഭയിൽ ഐക്യം വന്നിട്ടുണ്ടാവും, ഉറപ്പാണിത്. അങ്ങനെ വിളിച്ചു കൂട്ടിയാൽ പിതാവ് ചരിത്രത്തിൽ ഇടം പിടിക്കും കേട്ടോ. ഒരു 2-ാമത്തെ സൂനോദസ്തൊക്കെ പറഞ്ഞ് അതുപോലത്തെ ഒരു സംഗതി വിളിച്ചു കൂട്ടിയാൽ നമ്മൾ കത്തോലിക്ക സഭയിൽ 2-ാമത്തെ വലിയ സഭയാണ്.
സഭയുടെ വിശ്വാസ പൈതൃകത്തോടുള്ള വിശ്വസ്തതയാണ് അധികാരത്തിൻ്റെ അടിത്തറ, അധികാരത്തിൻ്റെ അടിത്തറ. എന്നാൽ സഭയുടെ പൈതൃകമോ ദൈവശാസ്ത്രമോ അറിയാത്തവരെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്ന പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. അടുത്ത കാലത്തൊന്നും നമ്മുടെ സഭ നേരെയാകില്ല എന്നൊരു തോന്നൽ പോലും അത് സൃഷ്ടിച്ചിട്ടുണ്ട്. നേരെയാകരുത് എന്നൊരു നിർബന്ധ ബുദ്ധി ചിലർക്കൊക്കെ ഉള്ളതുപോലെ ഓരോ രൂപത്തിലും ഓരോ നാട്ടുരാജ്യങ്ങളെ പോലെ പെരുമാറുന്നു. അത് മാറ്റി സഭ ഐക്യത കൊണ്ടുവരികയാണ് തട്ടിൽ പിതാവിൻ്റെയും വിശേഷിച്ച് പാമ്പളാനി പിതാവിൻ്റെയും ദൗത്യമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എറണാകുളത്തിന് തെക്കുള്ള രൂപതകളിലാണ് പൗരസ്ത്യ കത്തോലിക്ക സഭയുടെ സീറോ മലബാറിൻ്റെ പാരമ്പര്യങ്ങൾ ഒരുവിധമെങ്കിലും നടക്കുന്നത്. എങ്കിലും അതിന് ചങ്ങനാശ്ശേരി പക്ഷമെന്ന് ബ്രാൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവർക്കാകട്ടെ മറ്റുള്ളവരോട് ചെറിയൊരു പുച്ഛമുണ്ട്. തൃശ്ശൂരിന് തൃശ്ശൂരിന് വടക്കോട്ടുള്ള രൂപതകൾ കുടിയേറ്റ രൂപതകളായതിൻ്റെ ഗുണം ഇപ്പോൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. ഈ ഇരിങ്ങാലക്കുട, എറണാകുളം, അങ്കമാലി, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ ഈ രൂപതകൾ സീറോ മലബാറിൻ്റെ രൂപതകളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം പ്രാദേശിക വികാരങ്ങളാലും വിജാതി ആചാരങ്ങളുടെ അതിപ്രസരത്താലും ഭരിക്കപ്പെടുകയാണ് ഈ 3 രൂപതകൾ. ലോകമാസകലമുള്ള ലത്തീൻ സഭയിൽ ഇല്ലാത്തൊരു സംഗതിയാണ് ഇട്ടാവട്ടത്തിൽ കിടക്കുന്ന കേരളത്തിൽ കാണുന്ന ഈ പാപകരമായ പ്രാദേശികവാദം. അതില്ലാണ്ടാക്കണം. നമ്മുടെ സഭ ഒന്നായി മാറണം. തെക്കിനെയും വടക്കിനെയും കൂട്ടിയിണക്കി അതിലേക്ക് നടുവിലെ ഭാഗത്ത് ഇണക്കി ചേർക്കാൻ പറ്റിയിരിക്കുന്ന ചരിത്ര മുഹൂർത്തമാണിത്. അതിന് നിയോഗം ലഭിച്ചിരിക്കുന്നതാണ് തെക്ക് വേരുകളും വടക്ക് അധികാരവും നടുക്ക് അധികാരവുമുള്ള പാമ്പളാനി പിതാവ്. പാമ്പളാനി പിതാവിൻ്റെ വേരുകൾ പാലായിലാണ്. പാലയല്ലേ? അതെ. വടക്കാണ് അദ്ദേഹം മെത്രാപ്പൊലീത്ത, ഇപ്പം നടുക്ക് വികാരി മെത്രാപ്പൊലീത്ത. ഇതിനേക്കാളും പറ്റിയ ഒരാൾ എവിടെയാണ്? അതിന് നിയോഗം ലഭിച്ചു, ദൈവം നിയോഗം വെച്ചിരിക്കാന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞാനൊന്നുകൂടി പറയാം. ഈ വടക്കുള്ള തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലിത്തയും നടുക്കുള്ള എറണാകുളം അങ്കമാലി അതൊരു വികാരി മെത്രാപ്പൊലിത്തയുമായ പാമ്പളാനി പിതാവിനാണ് നാട്ടുരാജ്യങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്ന നമ്മുടെ രൂപതകളെ ഒരു സഭയാക്കി മാറ്റാനുള്ള ചരിത്ര ദൗത്യം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അത് പക്ഷേ അങ്ങ് ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു. തെളിയിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അങ്ങ് നേതൃത്വം നൽകുന്ന ഈ മെത്രാൻ സിനഡിൻ്റെ കാലയളവിനെ ഇരുണ്ട യുഗം എന്ന ചരിത്രം വിധി എഴുതാൻ ഇടയാകരുത്. വെറുതെ ഒരു ഭാര്യ, വെറുതെ ഒരു ഭർത്താവ് എന്ന് പറയുന്നത് പോലെ വെറുമൊരു മെത്രാനോ വെറുമൊരു മെത്രാപ്പൊലിത്തയോ ആയി അങ്ങക്ക് രംഗമൊഴിയാം വേണമെങ്കിൽ. അല്ലെങ്കിൽ ഈ സഭയിൽ ലിറ്റർജിയുടെ ഏകീകരണത്തിലൂടെ ഐക്യത സൃഷ്ടിച്ച ചരിത്ര പുരുഷനായി അങ്ങക്ക് കളം വിടാം. അഭിവന്ദ പിതാവേ, സഭയുടെ കുർബാന നടപ്പാക്കാൻ അങ്ങ് എടുക്കുന്ന ഏത് നടപടിക്കും ഉയരും എല്ലാ പിന്തുണയും പ്രാണനും പണവും എല്ലാം നൽകി ഞങ്ങൾ സഹായിക്കാൻ ഉണ്ടാകുമെന്ന് ഈ ജനങ്ങളെല്ലാം സാക്ഷി നിർത്തി അങ്ങക്ക് വാക്ക് നൽകുകയാണ്. ഞാൻ ഇന്നലെ ഈ പുസ്തകങ്ങളൊക്കെ ഇതാക്കുമ്പോൾ ചില സുഹൃത്തുക്കൾ ചോദിച്ചു, കച്ചവടമാണോ ലക്ഷ്യം എന്ന് ചോദിച്ചു. പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ബിബ്ലിയ പബ്ലിക്കേഷൻ്റെ. ഞാൻ പറഞ്ഞു, കച്ചവടമല്ല. നമുക്ക് എന്താണ് ഈ നമ്മുടെ സഭയുടെ പ്രശ്നം? പുസ്തകങ്ങൾ വായിക്കില്ല. ഈ പുസ്തകം വായിക്കേണ്ടതല്ലേ? അപ്പോൾ ബോധവൽക്കരണമാണ് കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്ക് മറ്റൊരു അധികാരമില്ല. സഭയെ ബോധവൽക്കരിക്കുക. അങ്ങനെ ബോധവൽക്കരിക്കാനുള്ള ശ്രമമാണിത്. അപ്പോൾ ഇന്നലെ ഒരു ഫോൺ കോള് പൂനെയിൽ നിന്ന് പോൾ ആട്ടോക്കാരനല്ലേ, 25 കോപ്പി പോൾ ആട്ടോക്കാരൻ എന്ന് പറഞ്ഞ ആൾ ഈ പുസ്തകത്തിൻ്റെ ഇപ്പം നമ്മൾ റിലീസ് ചെയ്യുന്ന പുസ്തകം 25 കോപ്പി വീതം അദ്ദേഹത്തിന് പൂനെയിലേക്ക് അയച്ചു കൊടുക്കണം. 10 കോപ്പികൾ വീതം അത് നാട്ടിൽ വേണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനാണ്, ഇത് ഞാൻ വാങ്ങിച്ചിട്ട് എൻ്റെ പണം ഉപയോഗിച്ച് വാങ്ങി ഞാൻ വിതരണം ചെയ്യുക, ആളുകൾ പഠിച്ച് ബോധവാന്മാരാകട്ടെ എന്ന് കരുതിയിട്ട്. നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഇവിടെ വന്നിട്ടുള്ള പൈസ ഉണ്ടെങ്കിൽ, പൈസ ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ കച്ചവടത്തിന് വേണ്ടി പറയുന്നതല്ല, നമ്മുടെ സഭയുടെ ദുര്യോഗം എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്. നിങ്ങൾ ഈ പുസ്തകങ്ങൾ വായിക്കണം. മറ്റു പുസ്തകങ്ങൾ തോമായുടെ സിംഹാസന പുസ്തകം അവിടെയുണ്ട്. മാനിക്കേനോ മാർ തോമസ് ലീവ, ഇതാണ് മാർ തോമസ് ലീവ, അത് മാനിക്കേന എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും ശരിയല്ല. ലിറ്റർജി പ്രതിസന്ധി ഇങ്ങനെ പിന്നെ മാർപ്പാപ്പാരുടെ പുസ്തകങ്ങൾ, എൻ്റെ പുസ്തകങ്ങൾ, പണമുണ്ടെങ്കിൽ ഇക്കൊല്ലത്തെ ദശാംശം ഇതിനുവേണ്ടി മാറ്റിവെക്കണം. വാങ്ങിച്ച് വായിച്ച് പഠിച്ച് മക്കളെ പഠിപ്പിച്ച്, അങ്ങനെയാണ് മോശയോടൊക്കെ ദൈവം പറഞ്ഞത്, നിൻ്റെ മക്കളെ പഠിപ്പിക്കണം. അങ്ങനെ നമ്മുടെ സഭ, പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുട രൂപതയും എറണാകുളം രൂപതയും ഇതിലേക്ക് വരണം, അറിവിലേക്ക് വരണം. നമ്മുടെ പ്രശ്നങ്ങൾ അപ്പോൾ മാറും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.
എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾ എത്ര പേര് കാണുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഈ അന്തിച്ചർച്ച കണ്ടിട്ട് വല്ല ഗുണമുണ്ടോ നിങ്ങൾക്ക്? ഈ രാഷ്ട്രീയക്കാരുടെ അന്തിച്ചർച്ച കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു അരമണിക്കൂർ ഈ യൂട്യൂബ് ചാനൽ, എൻ്റെ യൂട്യൂബ് ചാനൽ കാണുക. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, തിങ്കളാഴ്ചകളിൽ ബൈബിള് പഴയ നിയമം, ചൊവ്വാഴ്ച പുതിയ നിയമം, ബുധനാഴ്ച മറിയം, പിന്നെ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ലത്തീൻ സഭയുടെയും സീറോ മലബാർ സഭയുടെയും ഞായറാഴ്ച പ്രസംഗങ്ങൾ, ഇങ്ങനെ പിന്നെ ഞായറാഴ്ച ലിറ്റർജി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ അത് കേൾക്കൂ. കാപ്പി വയ്ക്കുമ്പോഴൊക്കെ കേൾക്കാം. കാപ്പി ഒരു പ്രാവശ്യം കഴിഞ്ഞ് പോയാൽ അടുത്ത് പോയി വീണ്ടും കാപ്പി വയ്ക്കാമല്ലോ. അങ്ങനെയൊക്കെ കേട്ട് യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫോൺ എടുത്തിട്ടൊന്ന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. ഇതെല്ലാം വേണ്ടി ഞാനിത് ഒരു പ്രൊപ്പഗാൻഡയല്ല, പ്രചാരണമല്ല. നമ്മുടെ സഭ നേരെയാകുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പറയുന്നതാണ്. നിങ്ങൾ എന്നെ എങ്ങനെ ബ്രാൻഡ് ചെയ്താലും എനിക്കത് വിരോധമില്ല. കച്ചവടക്കാരനാണെന്ന് മാണിപ്പറമ്പ് പറഞ്ഞാലും എനിക്ക് വിരോധമില്ല. ഞാൻ കർത്താവിൻ്റെ കച്ചവടക്കാരനാണ്. കർത്താവിൻ്റെ കച്ചവടക്കാരനായിട്ടാണ് തോമസ് ലീഗ് ഇന്ത്യയിൽ വന്നതും ആശാരിയും കച്ചവടക്കാരനൊക്കെ ആയിട്ട് വന്നേ. ഒരു അഭ്യർത്ഥന കോഡ് ഞാൻ അവസാനിപ്പിക്കുക. ഈ ഒരു കൊല്ലം എറണാകുളം, അങ്കമാലി അതിരൂപതയിലും തലശ്ശേരിയിലും മറ്റു രൂപതകളിലൊക്കെ വൈദികർക്കും സന്യസ്തർക്കും പിതാവ് ഈ പുസ്തകങ്ങൾ വാങ്ങിച്ച്, ആരെങ്കിലും സ്പോൺസർ ചെയ്യിപ്പിച്ച് ഈ പുസ്തകങ്ങൾ വാങ്ങിച്ച് വിതരണം ചെയ്യണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. അവർക്ക് അറിവുണ്ടാകട്ടെ. അവരിനി എറിഞ്ഞ് കളഞ്ഞാലും സാരമില്ല, അത് ആരെങ്കിലും എടുത്ത് വായിച്ചോളും. അതുപോലെ അൽമായർക്കും ഇത് കിട്ടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. പല സമ്മാനങ്ങളൊക്കെ കൊടുക്കുമല്ലോ, അതിനൊക്കെ ഈ കൊല്ലം ഈ മണ്ണൂറം പറമ്പലച്ചൻ്റെ പുസ്തകങ്ങൾ വാങ്ങിച്ച് അത് സമ്മാനമായി കൊടുക്കണമെന്നും പിതാവിനോട് അങ്ങേയറ്റം അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ദുഃഖാനയും ഈ നവോത്ഥാനവും സഫലമാകും. ഒരിക്കൽ കൂടി പാമ്പളാനി പിതാവിനും മണ്ണൂറം പറമ്പലച്ചനും മറ്റെല്ലാവർക്കും, നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഈശോ മാർ വലാഹ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, മാർ വലാഹ്. എല്ലാവരും പറഞ്ഞേ, എല്ലാവരും. സുറിയാനിയാണ്, മാർ വലാഹ്. ആമേൻ.